സമാഗമന കൂടാരം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. സമാഗമന കൂടാരം അടിക്കുമ്പോൾ ലേവ്യൻ അടിക്കണം. ഒരു അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ലേവ്യർ. എന്തുകൊണ്ട് ദൈവം ആ ശുശ്രൂഷയ്ക്കായി അവരെ തിരഞ്ഞെടുത്തു? ലേവ്യരെക്കുറിച്ച് നമ്മൾ ആദ്യമായി കാണുന്നത് അവരുടെ അപ്പനായ യാക്കോബ് അവരെ അനുഗ്രഹിക്കുന്നൊരു രംഗമുണ്ട്. അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. അത് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 1 മുതൽ വാക്യമാണ്. അതാണ് നമ്മുടെ ബേസ്. വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 1 വാക്യം. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ, കൂടി വന്ന് കേൾപ്പീൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. രൂബേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. അടുത്തത്, വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകയില്ല. 5-ാം വാക്യം വായിച്ചു. 5-ാം വാക്യം. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. ഇനി എല്ലാവരും എന്നെ നോക്കുക. ഒരപ്പൻ തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, രൂപേൻ എൻ്റെ ആദിജാതൻ, രൂപേനെ നിനക്ക് ഗുണം പിടിക്കാൻ പോകുന്നില്ല. അടുത്ത 2 മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ശിമയും ലേവിയും സഹോദരന്മാർ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്, എന്നുള്ളമേ അവരുടെ യോഗത്തിന് ചേരരുത്. അപ്പം ഭൂമിയിലെ അപ്പച്ചൻ പറഞ്ഞു, ലേവിയുടെ യോഗത്തിന് ഒരുത്തനും കൂടരുത്. പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞു, സമാഗമന കൂടാരം പുറപ്പെടുമ്പോൾ ലേവിനടിക്കണം. അവൻ അഴിക്കണം. അടിക്കുമ്പോൾ അവൻ അടിക്കണം. ഒരന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇന്ന് രാത്രിയിലെത്തി നമ്മുടെ പ്രസംഗ വിഷയം മാനുഷിക ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം. ഈ കൺവെൻഷൻ്റെ 1-ാം രാത്രിയിൽ ഗൗണിൽ വന്ന ദൈവമക്കളോട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയാം, പിശാചും അവൻ്റെ 1000 ദൂതന്മാരും നിന്നെയും നിന്റെ തലമുറയും ശപിച്ചാലും ആ അനുഗ്രഹങ്ങൾ, ആ ശാപങ്ങൾ അനുഗ്രഹമാക്കി ഡൈവേർട്ട് ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. കൈയൊന്നടുത്ത് വായും തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. എല്ലാവരും വാ തുറന്നാട്ടൊന്ന് ശക്തിയോടൊന്ന് കരമടിച്ച്, മക്കളെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ പറ, ദോഷ്ട പിശാചേ, നിന്റെ ശാപങ്ങളെ, നിന്റെ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നവൻ ഈ രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ശക്തിയോടെ ഒരപ്പൻ മക്കളെ അനുഗ്രഹിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു, രൂപേനെ, നീ എൻ്റെ ആദിജാതൻ, നിനക്ക് ഗുണം പിടിക്കില്ല. ശിമയും ലേവിയും വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ മന്ത്രണത്തിൽ ആരും കുടുങ്ങരുത്, അവൻ്റെ യോഗത്തിന് കൂടരുത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, വല്ല ഗുണവും വരണോ, ലേവിയുടെ യോഗത്തിന് കൂടണം. അതേ മാനുഷികമായ വിധിയെഴുത്തുകളെ എൻ്റെ ദൈവം മാറ്റി എഴുതുന്നവനാണ്. എൻ്റെ പ്രസംഗവിടത്തിൽ കർത്തദാസൻ പറഞ്ഞു, ഈ അടുത്ത കാലത്തെ ഒരു പ്രത്യേകതയാണ്, കുറിക്കുന്ന പ്രസംഗമൊക്കെ ദൈവം പറത്തിയിട്ട് പരിശുദ്ധാത്മാവ് ചില തന്നുകൊണ്ടിരിക്കും. അത് 10,000ങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ നിന്നപ്പോൾ കർത്താവ് പറയുന്നു, നിന്നെക്കുറിച്ചുള്ള മാനുഷിക വിധിയെഴുത്തുകളെ എൻ്റെ ദൈവം മാറ്റി എഴുതും. കരമടിച്ച് വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഓഹോ ഡാമ റൊക്കോനിയ, നിന്റെ തലമുറയെക്കുറിച്ചുള്ള, നിന്റെ സന്താനത്തെക്കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള മാനുഷിക വിധിയെഴുത്തുകളെ എൻ്റെ ദൈവം മാറ്റി എഴുതും. സ്തോത്രം, സ്തോത്രം. അപ്പൻ എന്താണ് ഇവനെ ശപിക്കാൻ കാരണം? അതിന് കാരണം യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കളിപ്പീരുകാരനാണ്. എന്നാൽ ബേഥേലിൽ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട യാക്കോബ് ബേഥേലിൽ ആരാധിക്കാൻ പോകാതെ ശേഖേമിൽ ചെന്ന് കൂടാരക്കുറ്റി അടിച്ച് അവിടെ ആരാധന ആരംഭിച്ചു. എല്ലാവരെയും കളിപ്പിക്കുന്ന പോലെ ദൈവത്തെ കളിപ്പിക്കാമെന്ന് യാക്കോബ് വിചാരിച്ചു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, എല്ലാവരെയും കളിപ്പിച്ച പോലെ എന്നെ കളിപ്പിക്കണ്ട. ഞാൻ ഒരു കാര്യം ഇന്ന് ചണ്ടപ്പട്ടക്കാരോട് പറയാം, ദൈവത്തെ ആരാധിക്കേണ്ടത് ശേഖേമിലല്ല, ബേഥേലിലാണ്. ദൈവത്തെ ആരാധിക്കേണ്ടത് നീ ഇച്ഛിക്കുന്നിടത്ത് നിന്നല്ല, ദൈവം കൽപ്പിക്കുന്നിടത്ത് നിന്നാണ്. ദൈവത്തെ ആരാധിക്കേണ്ടത് നിന്റെ അവസ്ഥയ്ക്കൊത്തല്ല, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്താണ്. നിന്റെ അവസ്ഥയ്ക്കൊത്തുള്ള ആരാധന ദൈവം സ്വീകരിക്കില്ല, ദൈവിക വ്യവസ്ഥയ്ക്കൊത്തുള്ള ആരാധനയെ അവൻ സ്വീകരിക്കുകയുള്ളൂ.
പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എല്ലാവരെയും കളിപ്പിക്കുന്ന പോലെ തമ്പുരാനെ കളിപ്പിക്കാനൊക്കില്ല. ഈ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നോക്കിയവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. അവൻ ആരെ നോട്ടമിട്ടോ അവനെ പിടിക്കാതെ മാറില്ല. സ്വോത്രം. അതാ ഈ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചണ്ണപ്പേട്ടയിൽ ദൈവം വരെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിക്കാതവൻ മാറില്ല. സ്തോത്രം. അപ്പൊ ഈ ശേഖേം വിളിച്ചെന്ന് യാക്കോബ് പാർത്തു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടെ എന്താ പറ്റിയെന്നറിയാമോ? ശേഖേമിൽ പാർക്കുമ്പോൾ യാക്കോബിന് ഒറ്റ മോളേ ഉള്ളൂ. അവിടെ പേരാണ് ദീനാമോൾ. അവളൊരു ഹൗസ് വിസിറ്റിന് പോയതാ. ആകെ പ്രശ്നമായി, ആകെ വഷളായെന്ന് പറയാം. അത് നിമിത്തം എന്ന് പറ്റിയെന്നറിയാമോ? യാക്കോബിൻ്റെ മക്കൾ കൊലപാതകരാകേണ്ടി വന്നു. യാക്കോബിന് അവരെ ശപിക്കേണ്ടി വന്നു. ദീന ഒരു ഹൗസ് വിസിറ്റിന് പോയതാ. ശേഖേമിലൊരു പയ്യനുമായിട്ട് പ്രശ്നമായി. അപ്പോൾ അവിടെ കൊണ്ട് തീർന്നില്ല. ഈ ശേഖേംകാർ വന്ന് യാക്കോബിനോട് കോംപ്രമൈസിന് തയ്യാറാക്കുകയാണ്. ഞാൻ പിന്നെ വായിച്ച് കേൾപ്പിക്കാം. ആ അവസരത്തിൽ ശിമയും ലേവിയും വാളെടുത്ത് വെട്ടി അവരെ കുറച്ച് പേരെ നിഗ്രഹിച്ചു. അത് യാക്കോബിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, എൻ മനമേ അവിടെ യോഗത്തിന് കൂടരുത്, എന്നുള്ളമേ അവിടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്. ഈ പെന്തക്കോസിൻ്റെ ആരംഭത്തിൽ പലരും അത് പറഞ്ഞു, ഇപ്പോഴും പറയുന്നവരുണ്ട്, എന്നുള്ളമേ അവരുടെ യോഗത്തിന് കൂടരുത്, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ വീഴരുത്. പക്ഷേ നീ എന്തെല്ലാം തടയിട്ടാലും ദൈവം കണ്ടവൻ ഇതിനകത്ത് വന്നിരിക്കും. ഈ പെന്തക്കോസ് ഒരു പകർച്ചവ്യാധിയാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് ഈ അസുഖം വന്നാൽ മതി, വീട്ടിലെല്ലാവർക്കും വരും. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഈ അസുഖം ഉണ്ട്. ഈയിടെ ആരാണ്ട് പറഞ്ഞു കേട്ടു, നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ കുടുംബത്തിലും പെന്തക്കോസുകാരുണ്ടെന്ന്. നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്, സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഇത് കാറ്റ് കളയുന്ന പകർച്ചവ്യാധിയല്ല, അത് കാറ്റ് വരുത്തുന്ന പകർച്ചവ്യാധിയാണ്. ഈ പണ്ടൊക്കെ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു, ഒരാളെ യാത്ര അയക്കാൻ 20 പേര് വരും. ഈ പോകേണ്ടവൻ വെളിയിൽ നിൽക്കും, നിൽക്കേണ്ടവൻ അകത്ത് കയറും. ട്രെയിൻ പോകുമ്പോൾ ചാടി ഇറങ്ങുന്നതാണ്. ഞാനൊരിക്കൽ ഡൽഹി പോകാനായിട്ട്, അന്നൊക്കെ ട്രെയിനിൽ പോകുന്ന ട്രെയിനിലാണ് ഞാൻ കയറിയിരിക്കുമ്പം ഒരു പെങ്കൊച്ചിനെ യാത്രയാക്കാൻ ഇതുപോലെ 10-20 വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ച് എൻ്റെ സീറ്റിനപ്പുറത്താണ്. അവളവിടെ കയറിയിരുന്നു. അപ്പോഴും കുറച്ച് പേര് അകത്ത് കയറിയിരിക്കുക. അകത്ത് കയറിയിട്ടൊരു കൊച്ചൻ പോകാൻ നേരം അവളോട് പറയാ, സോജൻ പാസ്റ്ററെ, ഡി പെണ്ണെ, ഡൽഹിയിലൊക്കെ പോകുന്ന കൊള്ളാം, അവിടെങ്ങും പോയി പെന്തക്കോസങ്ങും ആയിക്കട്ടായിരുന്നു, പെന്തക്കോസങ്ങും ആയിക്കളയരുതെന്ന്. ഇവിടെ വച്ച് ഈ അസുഖം വരാത്തവന് സൗദി ചെല്ലുമ്പോൾ പിടിക്കും, അല്ലെ കുവൈറ്റിൽ ചെല്ലുമ്പം പിടിക്കും, അല്ലെ ദോഹ ചെല്ലുമ്പം പിടിക്കും. ഇട നീ എന്തെല്ലാം പ്രിവെഷൻ എടുത്താലും ഇത് പിടിക്കണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കും. കയ്യൊന്നടിച്ചോ, ശക്തിയോട് വാതുറന്ന് ദൈവത്തെ സ്തുതി. അതുകൊണ്ട് യോഗത്തിന് ആൾ വിടാതെ തടഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല, ഇത് എവിടെയൊക്കെ എത്തണോ അവിടെ തിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ 10 നാളായി നോഹയുടെ കാലം പ്രസംഗിച്ചിട്ട്. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് നോഹയുടെ കാലം എൻ്റെ മാസ്റ്റർ പീസാണ്, അറിയാമല്ലോ മാസ്റ്റർ പ്രസംഗിക്കണമെന്ന് പറയും. അപ്പം ഞാൻ പറയാറുണ്ട്, ഈ സുവിശേഷ യോഗം ചിലർക്ക് അലർജിയാണ്. അപ്പോൾ ഒരിടത്ത് സുവിശേഷ യോഗം വെച്ചിരിക്കുകയാണ്. അപ്പം സുവിശേഷം കേൾക്കാൻ പെന്തക്കോസ്തുകാർ എടുത്തുകൊണ്ട് മീറ്റിംഗ് വെച്ചപ്പോൾ ഈ സുവിശേഷം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുത്തനാ അയലത്തുകാരൻ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയാമോ, 3 ദിവസം ഇവിടെ കൺവെൻഷൻ, ഇത് തീരട്ടെന്നും പറഞ്ഞ്, ഇതിപ്പോൾ ഒരാഴ്ചയാണെന്ന് തോന്നുന്നു ഇവിടെ കൺവെൻഷൻ, ഇത് തീരിട്ട് വരുത്തുള്ളെന്നും പറഞ്ഞ് പുള്ളി പെണ്ണുമ്പള വീട്ടിലോട്ട് വണ്ടി കയറി, ഭാര്യ വീട്ടിലോട്ട് വണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാഴ്ചത്തെ ക്രൂസേഡ് നടക്കാത്തോട്ട് വന്നതല്ലേ ചെന്ന് വെച്ചാ, പാസ്റ്ററെ ഇന്നത്തേക്ക് ഇരിക്കാം, നാളെ തിരിച്ചു പോകും, അവിടെ 2 ദിവസം സഹിച്ചാൽ മതി, ഇനി 3 ഉള്ളൂ, ഇവിടെ 7. 2 ചെവിയിലും കൈയിട്ട് ഇത് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ്, എന്തായാലും കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് ചെവി കൈയിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിക്കൻ കുനിയ വരുത്തുന്ന കൊതുക് പുള്ളിയെ കടിക്കാൻ തുടങ്ങി. കൊതുകിനെ അടിക്കാൻ കൈ അങ്ങോട്ട് എടുക്കുകയും ഇടിവെട്ടുന്ന ഒരു ശബ്ദം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത ഇവിടെ ചെലവഴിക്കും, മതി, കേൾക്കേണ്ടതെല്ലാം കേൾപ്പിച്ചു. ഓടി രക്ഷപ്പെടാനും നോക്കില്ല. യാക്കോബ് മക്കളെ ശപിക്കാൻ കാരണം ഞാൻ പറഞ്ഞു, താമസിക്കാൻ പാടില്ലാത്ത താമസിച്ചു. ഇന്ന് രാത്രിയിൽ ഇതൊക്കെ ഇവിടെ കുഞ്ഞുങ്ങളെ ഒത്തിരി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത്. ചെറുപ്പക്കാർ, നിങ്ങൾക്കൊക്കെ ഉള്ള ദൂത് വേണം അതിനകത്ത്. ഒന്നേ, ദൈവം കൽപ്പിക്കാത്തത് നീ പാർക്കരുത്.
ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് കാര്യമില്ലാത്തിടത്ത് നിന്നെ കാണരുത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചെറുപ്പക്കാരെ. നിനക്ക് കാര്യമില്ലാത്തിടത്ത് ചെറുപ്പക്കാരാ നിന്നെ കാണരുത്. വെറുതെ വെട്ടുകുത്തിലും കുത്തിലും കേസിലും കഞ്ചാവിനും ഒക്കെ പിടിക്കപ്പെടരുത്. 2, ബിലയാമിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഇവര് ആരെ? ദൈവത്തിന് അറിയില്ലേ പാസ്റ്ററെ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ നിനക്കുണ്ടാകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ട് നിനക്കുണ്ടാകരുത്. അതുകൊണ്ടല്ലേ വീട്ടിൽ കയറി വന്ന് വെട്ടി നോക്കിയിട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു രസകരമായൊരു വാർത്ത കേട്ടു. ഒരു വാർത്ത വന്നു, എന്താണെന്നറിയാമോ? അവരെല്ലാവരും ഇരുന്നപ്പോൾ ഒരുത്തൻ മിണ്ടിയില്ലെന്നും പറഞ്ഞ് വന്നിട്ട് കുത്തിയെന്ന്. എന്തൊരു കാലവാടാ! കണ്ടിട്ട് വിശേഷം ചോദിച്ചില്ലെന്ന്. എൻ്റെ പൊന്നെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ എത്ര പേര് കുത്തണം? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ട് നിനക്കുണ്ടാകരുത്. ലോത്ത് പാർത്ത പോലുള്ള സ്ഥലത്ത് നീ പോയി പാർക്കരുത്. ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്കും ദൂതന്മാർക്കും മുന്നറിയിപ്പ് കൂടാതെ നിന്റെ വീട്ടിൽ വരാൻ കഴിയണം. ഞാൻ പല വീടും ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ പറയും, നീ പാർക്കേണ്ടത് ജിംനേഷ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചല്ല, സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചല്ല, കോളേജും കോളേജും സ്കൂളും അടുത്തുണ്ടോ നോക്കിയല്ല, നിനക്കും നിന്റെ പെണ്ണും പിള്ളേർക്കും ആരാധിക്കാൻ ഇടമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് വീട് വെക്കേണ്ടത്. അപ്പം യാക്കോബ് താമസിക്കാൻ പാടില്ലാത്ത താമസിച്ചപ്പോൾ മോള് വഴിതെറ്റി, മക്കളെ കൊലപാതകരായി, അപ്പൻ അവരെ ശപിക്കേണ്ടി വന്നു. പല വീടിൻ്റെയും ശാപം ദൈവം കൽപ്പിച്ചെടുത്ത് നിൽക്കാത്തതാ, ദൈവം കൽപ്പിച്ചെടുത്ത് ആരാധിക്കാത്തതാ, ദൈവം വിളിച്ചെടുത്തോട്ട് ഇറങ്ങാത്തതാ. ഈ സോപ്പിട്ടുള്ള പ്രസംഗമൊക്കെ പോയി കേട്ടോ. എത്രയൊക്കെ ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അങ്ങനെ യാക്കോബ് അവിടെ താമസിക്കുമ്പോൾ ഇവരെ ഈ പെങ്കൊച്ചിനെ അവർ വഷളാക്കി കഴിഞ്ഞപ്പോൾ അവരൊരു കോംപ്രമൈസിന് വരുന്നു. ആരാ വായിക്കുന്നത്? വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 9 വാക്യങ്ങൾ വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 34:9. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവീൻ. നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം, ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. നാം തമ്മിൽ വിവാഹബന്ധം കൂടുക, ഒരു കോംപ്രമൈസിന് ഇങ്ങനെ ആയി കഴിഞ്ഞു. വീണു, നമ്മുടെ ആചാര്യയുടെ ഭാഷയിൽ പറഞ്ഞ വീണു എന്നാൽ എഴുന്നേക്കാവെന്നല്ല, വീണത്ത് കിടന്ന് ഉരുളുക. കോംപ്രമൈസിന് വരികയാണ് ശേഖംകാർ. അവർ കോംപ്രമൈസിന് വരുമ്പോൾ യാക്കോബിൻ്റെ ഹൃദയം ചിലപ്പോൾ ചാഞ്ഞോ ചാഞ്ഞില്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ലേവി ശിമയെ വാളെടുത്തു, അവർ വെട്ടി. പ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ലേവിയെ ശിമിയെ അപ്പൻ ശപിച്ചു, എന്നാൽ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ ലോകത്തിൽ ആരെല്ലാം ശപിച്ചാലും, അത് സ്വന്തം അപ്പനാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും, ആ പ്രാക്കും ശാപവും അനുഗ്രഹമാക്കി മാറ്റുന്നവൻ ഇന്ന് രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കൈയൊന്നടിച്ചോ, വായം തുറന്നോ. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. എൻ്റെ സകല ശാപങ്ങളും എൻ്റെ യേശു അനുഗ്രഹമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവൻ ശക്തിയോടെ കൈകൾ അടിച്ചാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. യാക്കോബ് കോംപ്രമൈസിനായി തുനിയുമ്പോൾ അവൻ്റെ വല്യപ്പച്ചനായ അബ്രഹാം എടുത്തൊരു തീരുമാനത്തെ അവൻ ഇടിച്ചു കളയുകയായിരുന്നു. ഏതായിരുന്നു അബ്രഹാം എടുത്ത തീരുമാനം? ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് കല്യാണം ആലോചിക്കേണ്ടി വന്നപ്പോൾ തൻ്റെ ദാസനായ എലയാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചുറ്റും പാർക്കുന്ന കനാനി കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കരുത്. നീ എൻ്റെ ദേശത്തേക്ക് പോകണം, എൻ്റെ പ്രതിഭവനത്തിൽ ചെന്നിട്ട് എൻ്റെ മകനൊരു ഭാര്യ എടുക്കണം. മനസ്സിലായോ? 1-ാം തലമുറയുടെ തീരുമാനം അതായിരുന്നു. കൊച്ചൻ പെണ്ണ് കെട്ടിയില്ലെങ്കിലും ഗുണപ്പെടാത്തത് എൻ്റെ വീട്ടിൽ വരരുത്, മാനസാന്തരപ്പെടാത്ത വരരുത്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത വരരുത്. പണ്ട് കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താ നിങ്ങളെന്തെങ്കിലും പറ, രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെന്താ ചോദിക്കുന്നത്?
ഈയിടെ ഒരപ്പച്ചൻ ദല്ലാളിനോട് ചോദിച്ചു, അവൾ അഭിഷേകം പ്രാപിച്ചതാണോ, നയക്കറിയോ അഭിഷേകം എന്താണ്? അയാൾ പറഞ്ഞു, അവൾ അതിനും മാറത്തില്ലെന്ന്. അവൾ അതിനും പിടിക്കുകയെന്ന് പറഞ്ഞതാ. ഇപ്പം ആർക്കാ അഭിഷേകം വേണ്ട? 5 വയസ്സ് കൂടിയാലും വേണ്ടില്ല, BSc ആണൊക്കെ ഞൊട്ടിക്കോ. അതുകൊണ്ടല്ലേ അടിച്ച് താഴെ വീഴുക. ഒരു ദിവസം എത്ര ഫോൺ കോളാ വരുന്നതെന്നറിയാവോ? ഭക്തന്മാരുടെ ആഗ്രഹം, എൻ്റെ കുഞ്ഞ് പെണ്ണ് കെട്ടിയില്ലെങ്കിലും ദൈവഭയമില്ലാത്തതൊരെണ്ണം എൻ്റെ വീട്ടിൽ വരരുത്. ഇതൊക്കെയാണ് ദൂത് കേൾക്കേണ്ടത്. പ്രാർത്ഥിച്ചോണം മക്കളെ. ഞാനിപ്പോൾ ഒത്തിരി അടുത്ത കല്യാണമുണ്ട്. ഞാൻ ഈ കല്യാണം നടത്തുമ്പോൾ പറയും, മക്കളെ, പപ്പന്മാരെ, അമ്മമാരെ, നിന്റെ കുഞ്ഞിനെ കെട്ടിച്ചില്ലെങ്കിലും വേണ്ടില്ല, പെൺകുച്ചുങ്ങളോട് പറയാം, കെട്ടിച്ചില്ലെങ്കിലും വേണ്ടില്ല, മദ്യപിക്കുന്നവൻ്റെ ഭാര്യയാകാൻ, മയക്കുമരുന്നടിക്കുന്നവൻ്റെ ഭാര്യയാകാൻ എൻ്റെ തലമുറ കിടവരുത് എന്ന് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. കല്യാണം കഴിക്കാതെ നോട്ടന്നേ, ചുട്ടുകരിക്കില്ലല്ലോ, കഴുത്ത് കരിക്കില്ലല്ലോ, വെട്ടി നുറുക്കില്ലല്ലോ. സ്തോത്രം. അപ്പം ഈ കുടിയന്മാരെ കയറുവാ ഇത് കേൾക്കുന്നത്. കുടിയൻ്റെ ഭാര്യയാകാൻ ഇടവരില്ലെന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു കല്യാണത്തിനോട് ഒരുത്തർ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചിലർ പറയുന്നത് മദ്യപിച്ച നരകത്തിൽ പോവും, പോവലിച്ചാൽ നരകത്തിൽ പോകുമെന്ന്. അപ്പം ഞാൻ പറയും, നിങ്ങൾ നരകത്തിൽ പോവില്ലൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ വാ തുറന്നാൽ ഇപ്പോഴേ നരകത്തിൻ്റെ വാടയാണ്. കുടിയൻ്റെ വാ തുറന്നാൽ നരകത്തിൻ്റെ വാടയാ. പുകവലിക്കുന്നവൻ്റെ വാ തുറന്നാൽ നരകത്തിൻ്റെ വാടയാ. ദൈവം നമ്മെ വിടുവിച്ചതോർത്ത് കൈ ഉയർത്തി ശക്തിയോടെ സ്വാതന്ത്ര്യം. എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ 7-ാം വാക്യം വായിച്ച സിസ്റ്ററെ, 7-ാം വാക്യം. അപ്പം അല്ല, ഇങ്ങോട്ട് നോക്കിയിട്ട് വായിക്കുമ്പോൾ പറയാം. അപ്പോൾ ഈ അബ്രഹാം പറഞ്ഞു, ചുറ്റും പാർക്കുന്നിടത്തുനിന്ന് എൻ്റെ മോന് ഭാര്യ എടുക്കരുത്, നീ അവിടെ പോയി വേണം എടുക്കാൻ. ഉടനെ എലയാസർ ചോദിച്ചു, ഈ ഭാര്യ എൻ്റെ കൂടെ, ഈ പെണ്ണ് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ വായിച്ചോ എന്താ പറഞ്ഞറിയാമോ? എന്റെ പിതൃഭവനത്തിൽ നിന്നും. അതിന് മുകൾ വാക്യം 6-ാം വാക്യം വായിച്ചേ. അബ്രഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിക്കാൻ. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, 2 വട്ടം പറഞ്ഞുണ്ട്, എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. പെണ്ണ് കെട്ടിയില്ലേലും വിട്ടുപോകുന്നിടത്തേക്ക് പോകല്ലേ. ഇന്ന് പലരും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പോകരുത്. അടുത്ത വാക്യം. എന്നിട്ട് അടുത്ത പദം പറഞ്ഞ കേട്ടോ. എന്റെ പ്രതിഭവനത്തിൽ നിന്നും, ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകനെ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അബ്രഹാമിന്റെ വിശ്വാസം കണ്ടോ? 2 തവണ പറഞ്ഞു, പെങ്കൊച്ച് ഇങ്ങോട്ട് വന്നില്ല, ഞാൻ എന്നെ ചെയ്യണമെന്ന് എലയാസർ ചോദിച്ചു. എലയാസർ പറഞ്ഞതിനോട് അബ്രഹാം പറഞ്ഞു, ഇങ്ങോട്ട് വന്നില്ല കുഴപ്പമില്ല, അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ കൊച്ചനെ. അവൻ പെണ്ണ് കൊട്ടില്ലേലും വേണ്ടില്ല, ഇവൻ തന്നെ നിന്നാലും നീ അങ്ങോട്ട് ഇനിയും കൊണ്ടുപോകരുത്. അടുത്ത പദം വിശ്വാസ പ്രഖ്യാപനം. എന്നെ നോക്ക്. അബ്രഹാം പറഞ്ഞു കേട്ടോ, എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് വിളിച്ചവനും എന്നെ നടത്തിയവനും എന്നെ ഇതുവരെ കൊണ്ടുവന്നവനുമായ എൻ്റെ ദൈവം നിനക്ക് മുമ്പേ പോയി എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരാളെ ഒരുക്കും. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് പറ. കരമടിച്ചോ, വാ തുറന്നോ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. എൻ്റെ സന്താനത്തിന് വേണ്ടി ദൈവം കരുതുമെന്ന് പറ. അവൻ കൈവിടില്ലെന്ന് പറ. എല്ലാറ്റിനും കരുതും. ഇന്ന് രാത്രി ദൈവാത്മാവ സംസാരിക്കുന്നത്. എല്ലാവരും കരമടിച്ചാട്ടെ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. എൻ്റെ സന്താനത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതും. എൻ്റെ ദൈവം കരുതും. നീ ഒന്നും നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചില്ലെങ്കിലും ഭാരപ്പെടേണ്ടതില്ല. അവിടെ സ്തോത്രം പറയാൻ പഠിപ്പിച്ചു, ആരാധിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ പരാജയപ്പെടില്ല. നിന്റെ തലമുറ മുട്ടിന്മേൽ നിൽക്കുന്നവനാണെങ്കിൽ, നിന്റെ തലമുറ ആരാധിക്കുന്നവനാണെങ്കിൽ, നീ ഒന്നും സമ്പാദിച്ചു കൊടുത്തില്ലെങ്കിലും അവൻ പരാജയപ്പെടില്ല. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ തലമുറയ്ക്കൊന്നും നേടിവെച്ചില്ലെന്നോർത്ത് നീ ഭാരപ്പെടേണ്ടതില്ല. ദൈവത്തെ സേവിക്കുന്നവൻ്റെ തലമുറയെ എൻ്റെ ദൈവം കൈവിടില്ല. ഒരിക്കലും കൂടെ ശക്തിയോടെ കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെട്. നിന്റെ തലമുറയെ അവൻ കൈവിടില്ല. ഞാൻ കൂടെ പരിശുദ്ധാത്മാവിൽ പറയും, ആരാധിക്കുന്ന നിന്റെ തലമുറ, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ, എല്ലാവരും കുഞ്ഞുങ്ങളുൾപ്പെടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒത്തിരി പുറയിലാണെന്ന് നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ, അവസാന കുതിപ്പിൽ ദൈവം നിന്റെ തലമുറയെ മുന്നിൽ കൊണ്ടുവരും. രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാണ്, നീ ആരാധിക്കുന്ന നിന്റെ സന്താനം, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ ഒത്തിരി പുറയിലാണെന്ന് നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ, അവസാന കുതിപ്പിൽ ദൈവം മുന്നിൽ കൊണ്ടു നിർത്തും. ശക്തിയോടെ കരമടിച്ചാട്ട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്.
ഒരു ദൂതോടെ പറയാൻ പരിശുദ്ധാത്മാ പറഞ്ഞു. ഞാൻ ഇവിടെ പ്രസംഗിച്ച് 10,000 ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൂത അതിവിടെ പറയാൻ കർത്താവ് പറയാം. അതായത് കരയുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇടപെടുമെന്ന്. ഈ ദാവീദിനെ ആരാ റെക്കമെൻഡ് ചെയ്തേ? ദാവീദിനെ റെക്കമെൻഡ് ചെയ്യാൻ ആരുണ്ടായിരുന്നു? ശൗൽ പ്രവാചകൻ തൈലക്കൊമ്പുമായി ഇവിടെ ചെന്നപ്പോൾ, ശമൂവേൽ അവിടെ ചെന്നപ്പോൾ ദാവീദിനെ ആരും റെക്കമെൻഡ് ചെയ്തില്ല. അപ്പൻ പോലും റെക്കമെൻഡ് ചെയ്തില്ല. ദാവീദിനെ ആരാ റെക്കമെൻഡ് ചെയ്തത്? ശൗൽ രാജാവാണോ? ഇല്ല, ശൗൽ റെക്കമെൻഡ് ചെയ്തില്ല. ശമൂവേൽ പ്രവാചകന്റെ ഷോർട്ട് ലിസ്റ്റിലും ലോങ് ലിസ്റ്റിലും ആരില്ലായിരുന്നു? ദാവീദ് ഇല്ലായിരുന്നു. ദൈവദാസന്മാരെ, പലരുടെയും ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ സമയത്ത് എത്തിക്കേണ്ടിടത്തൊക്കെ എന്റെ ദൈവം എത്തിച്ചിരിക്കും. പോരാ, ശക്തി പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കും. പലരുടെയും ലിസ്റ്റിൽ നീ കാണില്ലായിരിക്കാം. പലരും ലിസ്റ്റിൽ നിന്ന് നിന്നെ വെട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയാം, ആരെല്ലാം നിനക്ക് വെട്ടിട്ടാലും സ്വർഗത്തിലെ ദൈവം നിനക്ക് ടിക്കിട്ടാൽ എത്തിച്ചിരിക്കും. ശമൂവേൽ പ്രവാചകന്റെ ഷോർട്ട് ലിസ്റ്റിൽ ദാവീദില്ലായിരുന്നു. പക്ഷെ തന്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്ത ദാവീദ്, തമ്പുരാൻ അവന് വേണ്ടി ഇടപെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, ദാവീദിനെ റെക്കമെൻഡ് ചെയ്ത ശൗലല്ല, ശമൂവേലല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ചെറുപ്പക്കാരാ, നിന്നോട് പറയാം, നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ, മോളെ നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ, നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ, ഭൂമിയിൽ ആരും നിന്നെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ റെക്കമെൻഡ് ചെയ്യും. ദോഹയിലേക്കോ, സൗദിയിലേക്കോ, കുവൈറ്റിലേക്കോ, യുകെയിലേക്കോ, ആസ്ട്രേലിയയിലേക്കോ നിന്റെ തലമുറയെ ആരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും തമ്പുരാൻ റെക്കമെൻഡ് ചെയ്യും. ശക്തിയോടെ ഒന്നുകൂടെ കൈകൾ അടിച്ച് ദൈവത്തെ അന്യഭാഷ സ്തുതിക്ക്. എല്ലാവരും ഒന്ന് ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടച്ച, കൈയൊക്കെ ഒന്ന് അടിക്ക്, വായൊക്കെ ഒന്ന് തുറക്ക്. കൈ ഒന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ, കൈ ഒന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ, ഉയർത്തിയ കൈ ഇതാക്കാൻ കഴിഞ്ഞാൽ കൃപയാ, കരമൊന്ന് അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ, വായം തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ, തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ, കൃപയാ. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ തീരുമാനം, എൻ്റെ തലമുറ ദൈവം കൈവിടില്ല. നിന്റെ കണ്ണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ മറുപടി കാണാതെ കർത്താവ് പറഞ്ഞ ഓരോന്നും, നിന്റെ കണ്ണടഞ്ഞാലും നിന്റെ പ്രാർത്ഥന നിന്റെ തലമുറയെ തേടിയെത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ മറുപടികൾ തേടിയെത്തിക്കൊണ്ടിരിക്കും. A son of many tears cannot be lost. A son of many tears cannot be lost. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. പ്രിയ മാതാവേ, നീ കരയുന്നവളെങ്കിൽ, പ്രിയ പിതാവേ, നീ കരയുന്നവനെങ്കിൽ നിന്റെ തലമുറ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ എവിടെ പോയാലും ദൈവരെ മടക്കി വരുത്തും. പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ എവിടെ പോയാലും ദൈവരെ മടക്കി വരുത്തും. പരിശുദ്ധാത്മാ പ്രവചിക്കുക ഇന്ന് രാത്രിയിൽ, നിന്റെ സന്താനം എവിടെ പോയാലും മടക്കി വരുത്തും. ഞാൻ ചെറുപ്പക്കാരോട് പറയും, മോനെ നിന്റെ അപ്പൻ കരയുന്നവനാണോ, മോളെ നിന്റെ അമ്മ കരയുന്നവളാണോ, ദൈവ സന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. സ്തോത്രം, സ്തോത്രം. അബ്രഹാമിന്റെ തീരുമാനം അതായിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചത്, വിശുദ്ധിക്കും പ്രമാണത്തിനും വേണ്ടി വാളെടുത്ത, സത്യത്തിന് വേണ്ടി നിന്ന ലേവിയെ അപ്പൻ ശപിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചു. നമുക്ക് നോക്കാം ലേവിയുടെ അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആ കുറിവാക്യം മറക്കരുത്. എൻ മനമേ അവിടെ മന്ത്രണത്തിൽ, എന്നുള്ളമേ അവരുടെ യോഗത്തിൽ കൂടരുത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. പുറപ്പാട് 2:1. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ, എല്ലാവരും അത് കേൾക്കട്ടെ. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. നീ എന്നെ നോക്ക്, ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറിച്ചോ, മുഖത്ത് നോക്കി കാര്യം പറയണം. അതുകൊണ്ടാ. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ആരെ പരിഗ്രഹിച്ചു? പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മാരീഡ് എന്നതാണ്. മാരീഡ്. ഒരു ലേവ്യൻ ആരെ വിവാഹം കഴിച്ചു? മക്കളെ പറ. ലേവ്യനെ. ലേവ്യൻ വിവാഹം കഴിക്കേണ്ടത് ലേവ്യ കുടുംബത്തിൽ നിന്നാണ്. മുമ്പേ പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെട്ടവൻ വിവാഹം കഴിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവളെയാ.
കേട്ടോ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവൻ വിവാഹം കഴിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവളെയാണ്. രക്ഷിക്കപ്പെട്ടവൾ വിവാഹം കഴിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവനെയാണ്. സ്നാനപ്പെട്ടവൻ വിവാഹം കഴിക്കേണ്ടത് സ്നാനപ്പെട്ടവനെയാണ്. അഭിഷേകം പ്രാപിച്ച വിവാഹം കഴിക്കേണ്ടത് അഭിഷേകം പ്രാപിച്ചവളെയാണ്. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം ഇവിടുത്തെ ഇതൊക്കെ ഇനി പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പക്കാരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് നിൻ്റെ അപ്പനെ കരയിപ്പിച്ചാകരുത്, നിൻ്റെ അമ്മയെ വേദനിപ്പിച്ചാകരുത്, അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് കരിവാരി തേച്ചാകരുത്, ദൈവസഭയെ അപമാനിച്ചാകരുത്, യേശു കർത്താവിനെ നീ വീണ്ടും ക്രൂശിക്കരുത്. ഉപദേശിമാരുടെ മക്കളോട് പ്രത്യേകം ഞാൻ പറയാം, സ്തോത്രതാഴ്ച നിന്നെ വളർന്ന നീ കർത്താവിനെ അപമാനം വരുത്തരുത്, നിന്റെ അപ്പനെ കരയിപ്പിക്കരുത്, നിന്റെ അപ്പനെടുത്ത വേദപുസ്തകം താഴ്ത്തുവെക്കാൻ നീ ഇടവരുത്തരുത്. നീ പറഞ്ഞില്ല എന്ന് പറയാനാ? പ്രേമത്തിന് കണ്ണില്ല, ബ്രേക്കില്ല, ബെല്ലില്ല, ബ്രേക്കില്ല, കണ്ണില്ല, കാതില്ല, മൂക്കില്ല, നാക്കില്ല, ഒരു കുന്തവും ഇല്ല. അതുകൊണ്ടല്ലേ ആസിഡ് ഒഴിക്കുന്നതും വെട്ടി നുറുക്കുന്നതും. ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും അധികം കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാ. 20 വർഷം ഒരപ്പൻ നൽകിയ സ്നേഹം, 25 വർഷം ഒരമ്മ നൽകിയ സ്നേഹം. ഒരു പെണ്ണ് അവിടെ നിന്ന് പല്ലിടിച്ച് കാണിക്കുമ്പോൾ അവൻ്റെ അവിടെ പുറകിന് പോകും. ഒരു ചെറുക്കൻ കണ്ണടച്ച് കാണിക്കുമ്പോൾ അവൻ്റെ പുറകിന് പോകും. കോടതി വരാന്തി വെച്ച് ചോദിക്കും, 20 വർഷം നിന്നെ പോറ്റി വളർത്തിയ, അവരുടുക്കാൻ നിന്നെ ഉടുപ്പിച്ച്, അവർ കഴിക്കാതെ നിന്നെ കഴിപ്പിച്ച്, ഉറങ്ങാതെ നിന്നെ നോക്കി അപ്പനെ വേണോ അമ്മയെ വേണോ, അതോ ഇന്നലെ പല്ലിളിച്ച് കാണിച്ച പെണ്ണിനെ വേണോ, കണ്ണടച്ച് കാണിച്ച ചെറുക്കനെ വേണോ? നിർദാക്ഷിണ്യം. പിള്ളേർ പറയും അപ്പനെ വേണ്ട. 25 വർഷം നോക്കിയ, 20 വർഷം നോക്കിയ അമ്മേ ഇന്നലെ കല്ലിളിച്ച് കാണിച്ചവനെ മതി, പോവാങ്ങ്. എന്നോട് ഇളിച്ചോണ്ട് നിൽക്കുക. എനിക്ക് എങ്ങനൊക്കെ വന്നേ, അപ്പുറത്ത് അപ്പനും അമ്മയും കിടന്ന് കരയാ. 3 മാസത്തിനുള്ളിൽ കേരളത്തിലെ, ഇത് ഏത് ജാതി മതമൊന്നും പ്രശ്നമല്ല, എല്ലാവരും കേൾക്കുന്നു, ഉച്ചഭാഷ വെച്ചിട്ടുണ്ടല്ലോ. 3 മാസത്തിനുള്ളിൽ കോടതി വരാന്തയിൽ 60 or 70 അപ്പനും അമ്മയുമാണ് സ്ട്രോക്ക് വന്ന് വീണത്, കാർഡിയാക് അറസ്റ്റ് വന്ന് വീണത്. ഇപ്പം മോൾ എൻ്റെ കൂടെ വരും, മോൻ എൻ്റെ കൂടെ വരും. അപ്പൻ നോക്കി നിൽക്കുമ്പം പറഞ്ഞു വേണ്ടാന്നപ്പനെ, അമ്മയെ വേണ്ടാന്ന്. ഒന്നുകൂടെ ഞാൻ പറയാം, നീ കർത്താവിനെ ക്രൂശിക്കരുത്, ഈ മാർഗത്തെ ദൂഷിക്കരുത്. കളിയല്ലിത്. നിന്റെ മാതാപിതാക്കളുടെ ആശീർവാദത്തോട് വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. ഇങ്ങോ പിടിച്ചോ പ്രാപിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇളക്കിയിട്ടിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം മുഖത്ത് നോക്കി പറഞ്ഞോണം, തലമുറ ഇരുത്തി പഠിപ്പിക്കണം. സ്തോത്രം. പ്രേമം യോജിപ്പിക്കുന്ന ഭാഗമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന ഭാഗമുണ്ട്, പണം യോജിപ്പിക്കുന്ന ഭാഗമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്. ദൈവം യോജിപ്പിക്കുന്ന വിഭാഗത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. ശക്തിയോടൊന്ന് കൈയടിച്ച് ദൈവത്തെ സൂചിച്ചേ. മക്കളെ, തീരുമാനമെടുത്തോണം, ദൈവം യോജിപ്പിക്കുന്ന മതിയെന്ന്. സ്തോത്രം. ലേവി കന്യക പുരുഷൻ പോയി, ലേവി കന്യക എന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിമ്പിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, വലിയ സംഭവങ്ങളുണ്ട്. ഇതാണ് എന്നാൽ. 1-ാം അധ്യായമാണ് അത്. എന്നാൽ എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, മിസ്രൈമിലേക്ക് പോയ ഇസ്രായേൽ മക്കൾ കുറച്ചു പേരെ ഉള്ളായിരുന്നു, ചുരുക്കം പേരായിരുന്നു. വായിച്ചോ, 1-6-7 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 1-6-7 വാക്യങ്ങൾ വായിക്കും സിസ്റ്ററെ. യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി. അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാം പ്രസംഗിക്കാൻ നേരമില്ല. അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ഈ പെരുകുക എന്ന് പറഞ്ഞാൽ കൂടുകയല്ല. 1 + 1 2 + 2 4, 2 4. എന്നാൽ പെരുകുന്നത് അങ്ങനല്ല. 100 + 100 200. പക്ഷെ 100 × 100 1000. പെരുക. ദൈവസഭ കൂടുകയല്ല, പെരുകുകയാണ്. ദൈവസഭ പെരുകണം. സ്തോത്രം. ശക്തിയോടെ കേട്ടില്ല. പെരുകും. അവർ പെരുകി. അപ്പം ഇവർ പറഞ്ഞത്,
അതിന്റെ 10-ാം വാക്യം വായിച്ചാണ്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന്. അവർ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടാകുന്ന പക്ഷം Yes. നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടുപോയി കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിട്ടുപോകരുത്, അവിടെ തന്നെ കിടക്കണം. അവർ പെരുകരുതൊന്ന്, 2 അവിടെ തന്നെ കിടക്കണം. അതിന് ഫറവോൻ ഇറക്കിയ അനവധി തന്ത്രങ്ങളുണ്ട്. ഫറവോന്യ തന്ത്രങ്ങളെന്നാണ് അതിന് പറയുന്നത്. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട 3-4 തന്ത്രം ഞാൻ പറയാം. ഒന്നാമത്തെ തന്ത്രം, നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. ഒന്ന് പറഞ്ഞേന്നേ, നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. മിസ്രൈം വിട്ടു പോകരുത്, ഇവിടെ തന്നെ കിടക്കണം, അതിന് ബുദ്ധിയായി പെരുമാറുക. ആ തന്ത്രമാണ് സാത്താൻ ആദ്യം ഇറക്കുന്നത്, ബുദ്ധിയായി പെരുമാറുക. അവരോട് പറഞ്ഞു, നിങ്ങൾ അതിരിങ്കൽ ആരാധിച്ചോ, അപ്പുറത്തോട്ട് പോയിരുന്നാൽ മതി, നിങ്ങൾ പുരുഷന്മാർ മാത്രം പൊയ്ക്കോ, സ്ത്രീകളെ കൊണ്ടുപോയിരുന്നാൽ മതി, ഇങ്ങനെ പല കാര്യം പറഞ്ഞു. അതിലൊന്നാണ് ബുദ്ധിയായി പെരുമാറുക. അതെന്താണെന്ന് ഞാൻ പറയാം. ഇങ്ങോട്ട് നോക്കിയിരുന്നേ ചണ്ടപ്പെട്ടക്കാരെ. എൻ്റെ അപ്പനെ കായംകുളത്ത് നിന്ന്, ഞാൻ കായംകുളംകാരനാണ്, നിങ്ങൾക്കറിയാം, രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ദോഷവും അദ്ദേഹം ചെയ്തില്ല. യേശു കർത്താവിൻ്റെ കൽപ്പനയാണ് രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. അങ്ങനെ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ എൻ്റെ അപ്പനെ അവിടുത്തെ ഒരു സഭ മുടക്കി, എൻ്റെ അമ്മയും മുടക്കി. ഇപ്പം അവരാരെയും മുടക്കുന്നില്ല. ഇപ്പം അവർ പറയുന്നത്, നിങ്ങൾ എവിടെ വേണേലും പോയി മുങ്ങിക്കോ, പക്ഷെ ഇവിടെ പൊങ്ങിക്കോണം. അങ്ങനെ പലയിടത്തും പോയി മുങ്ങി അവിടെ പൊങ്ങി നിൽക്കുക. എന്നിട്ട് അവർ പാടും. എന്താ പാടുന്നത്? ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനു ഞാൻ. കുമ്മനാട് പോയി തമ്പേറും വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊട്ടി അങ്ങ് പാടുക. ഫറവോന് ഞാൻ അടിമയല്ല. എവിടെ നിന്നാണ് പാടുന്നത്? ഫറവോൻ്റെ തിണ്ണക്കിരുന്നായി പാടുന്നത്. ബുദ്ധിയായി പെരുമാറുക. ഈ കാനവച്ച സ്നാനപ്പെട്ടപ്പം അദ്ദേഹത്തെ മുടക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ദൈവകൽപ്പനയായ സ്നാനമേറ്റതിൻ്റെ പേരിൽ നിങ്ങൾ മുടക്കുന്നു, നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ട്, ഇവിടുത്തെ കുടിയന്മാരെയല്ല ഒന്ന് മുടക്കാൻ പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞിടൂ, ഇയാൾ പറയുന്ന ഒരു കുടിയന്മാരെ എല്ലാം മുടക്കാൻ തുടങ്ങി, ഇവിടെ ആള് കാണത്തില്ലടോ. മനസ്സിലായോ? അപ്പം ദൈവകൽപ്പന അനുസരിച്ചവനെ മുടക്കും. ഇപ്പം മുടക്കുന്നില്ല. അങ്ങനെ പലയിടത്തും പോയി മുങ്ങി അവിടെ പൊങ്ങി നിൽക്കുക. അതിലേക്ക് പിന്നെ പറയാം, ബുദ്ധിയായി പെരുമാറുക. സ്തോത്രം. ഈ വിശ്വാസ സ്നാനമെന്ന് പറഞ്ഞാലേ ചെങ്കടൽ കിടക്കുക. അത് സ്നാനത്തിന് മുൻകുറി. ഞാൻ വിശേഷം പ്രസംഗിക്കാനല്ല എന്നെ വിളിച്ചേ. ഈ ചെങ്കടൽ കടന്നവൻ പിന്നെ മിസ്രൈമിലേക്കുണ്ടോ? ഇല്ല. അവരെ തമ്മിൽ വേർപെടുത്ത ചെങ്കടല. പിന്നെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുക. മരുഭൂമിയിലാണ്. ഈ സ്നാനമെന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഒന്നും പ്രസംഗിക്കത്തില്ല, ഇപ്പം ആരും പറയുന്നുമില്ല. പാപത്തിന് മരിക്കുന്നതാണ് മാനസാന്തരമെങ്കിൽ ആ മരിച്ചവനെ കുഴിച്ചിടുന്നതാണെന്ത്? സ്നാനം. അപ്പം മാനസാന്തരം സത്യമെങ്കിൽ അതോടൊപ്പം എന്തോ ഉണ്ട്? സ്നാനമുണ്ട്. മരണത്തോടൊപ്പം എന്തോ ഉണ്ട്? അതുകൊണ്ട് അടങ്ങുന്നില്ലല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ എന്തോ ചോദിക്കും? അയ്യോടാ എപ്പോഴാണ് അടക്കുന്നത്? അതോ നിങ്ങളുടെ നാട്ടിൽ ആ ഏർപ്പാടില്ലയോ? എപ്പോഴാണ് അടക്കുന്നത്? നീ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവളും ചോദിക്കുക, എപ്പോഴാണ് അടക്കുന്നത്? വല്ല ചാലും നിന്നെ ഒന്ന് അടക്കണം അവർക്ക്. ഇപ്പോഴാണ് ഈ മോർച്ചറി വന്നത്. മോർച്ചറി, പണ്ട് മോർച്ചറി ഇല്ല. നേരത്തോട് നേരം വെച്ച് പാടും. ഈ പിള്ളേരെല്ലാം മസ്കറ്റിലും ദോഹയിലും UK-യിലും USA-യിലും ആയപ്പം അമ്മച്ചിക്കും അച്ചായനും കുറേ നേരം ഫ്രീസറിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടി. മരിച്ചിട്ട് അടക്കാത്തവരെ എവിടെ വെച്ചേക്കുന്നേ? ഉറക്കെന്ന് പറയുന്നേ. അപ്പം മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടാത്തവൻ എവിടെ ഇരിക്കുന്നേ? ഫ്രീസറിൽ. മരണം സത്യമാണെങ്കിൽ അടക്കം സത്യമാണ്. മാനസാന്തരം സത്യമാണെങ്കിൽ സ്നാനം സത്യമാണ്. ആദ്യം മരിക്കുക പിന്നെ അടക്കുക എന്നല്ല. ആദ്യം അടക്കുക പിന്നെ മരിക്കുക എന്നല്ല. ആദ്യം മരിക്കുക പിന്നെ അടക്കുക, അല്ല ആദ്യം അടക്കുക പിന്നെ മരിക്കുക. ഈ പണ്ടൊക്കെ, ഇന്നാ ഫോണൊക്കെ വന്നത്. പണ്ട് ഇങ്ങോട്ട് നോക്കിയിരി. പണ്ട് ഫോണിൽ വിളിച്ച് പറയും, ഇപ്പം ഫോണിലൊക്കെ വിളിച്ച് പറയും. പണ്ട് ആള് പോയി പറയുമായിരുന്നു മരണവാർത്ത. ഈ ശാക്കാല പറയാൻ തന്നെ ആളുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ശാക്കാല പറയാൻ ആളുണ്ടായിരുന്നു. അപ്പം ഒരമ്മച്ചി ഇങ്ങനെ മരിക്കാൻ കിടക്കും.
മരിച്ചെന്ന് വിചാരിച്ച് എല്ലായിടും ചെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അമ്മച്ചി ഇരുന്ന് പൊടിയരിക്കഞ്ഞ് കുടിക്കും. അങ്ങനെ ഒരുത്തനെ ശാക്കാല പറയാൻ എല്ലായിടും വിട്ടു. പലവട്ടമായി പാസ്റ്റേ. ഒരു ദിവസം പോയി എല്ലായിടും പറഞ്ഞിട്ട് അവൻ കയറി വരുമ്പം അമ്മച്ചി ഇരുന്ന് പൊടിയരിക്കഞ്ഞ് കുടിക്കുക. അവൻ പറഞ്ഞെന്നാ പറയുന്നത്, ഞാൻ ആണുങ്ങളോടാ വാക്ക് പറഞ്ഞിട്ട് വന്ന് ചത്താലും ശരി ചത്തിലും ശരി ഇന്ന് അടക്കുകയാണ്. അതൊന്നും അല്ല സ്നാനം. ശരിക്കും ചത്തവനെയാ കുടിച്ചിട്ടുണ്ടേ. ഞങ്ങളെല്ലാരെയും കയറി മുടത്തൊന്നുമില്ല. മാനസാന്തരപ്പെട്ടവനാ സ്നാനപ്പെടേണ്ടത്. സ്വത്രം സ്വത്രം ശക്തിയോടെ കൈയൊന്നി ആട്ടി സ്വത്രം പറഞ്ഞു. അപ്പം മനസ്സിലായി, പാപത്തിന് മരിക്കണം. ഇനി നിങ്ങൾ നോക്കിയേ, എനിക്ക് സമയം ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ചാക്കോച്ചായൻ, ഈ ചാക്കോച്ചായൻ പേടിക്കല്ലേ, പേരങ്ങ് പറഞ്ഞുള്ളൂ, മരിച്ചു. ചാക്കോച്ചാനെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അന്നത്തെ കാലം ഞാൻ പറയാം, ഞാനൊക്കെ കൊണ്ടിട്ടുണ്ട് കുഞ്ഞിലെ, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. ചുറ്റും എടുത്ത് പാടും, നേരം വെച്ചുകൊണ്ട് പാടും. അങ്ങനെ ഇങ്ങോട്ട് നോക്കാം, എല്ലാവരും ചാക്കോച്ചായൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും ഇങ്ങനെ പാടി 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 വെളുപ്പിനെ 3 മണി ആയപ്പോഴത്തേന് പാടാനിരുന്നവരുടെ എല്ലാം കണ്ണടയാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ സ്റ്റാമിന. 3 മണിക്കാണ് കണ്ണടയുന്നത്. ഏതാണ്ട് ഇവിടെ 8:30 ആയപ്പോഴേക്ക് കണ്ണടയാൻ തുടങ്ങി. പിണങ്ങിയൊന്നും ഇരിക്കരുത്, ഞാൻ എല്ലാവരും നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഉറങ്ങാനും പാടില്ല, പ്രത്യേകിച്ച് പാട്ടുകാർ. അപ്പം 3 ആയപ്പം ഇരുന്നവരുടെ എല്ലാം കണ്ണങ്ങ് അടഞ്ഞു. അപ്പോൾ ചാക്കോച്ചായപ്പോൾ ഇതൊക്കെ കണ്ണങ്ങ് തുറന്നു. അങ്ങനെ കണ്ണ് തുറന്നാൽ അന്ന് രാത്രി പലരുടെയും കണ്ണടയും. കണ്ണ് തുറന്നിരിക്കട്ടെ. ചാക്കോച്ചായ നോക്കിയപ്പം ചുറ്റി ഇരുന്നവരെല്ലാം കണ്ണടച്ചിരിക്കുക. അപ്പോഴാണ് കട്ടിലിൻ്റെ താഴെ 3X റെമ്മ് കൊണ്ടുവച്ചേക്കുക. ആരാണ്ട് സങ്കടം മാറ്റാൻ കൊണ്ടുവച്ചതാ. അച്ചായൻ മരിച്ചതിൻ്റെ സങ്കടം മാറ്റാൻ. അച്ചായൻ പെതുക്കെ കൈ നീട്ടി അതങ്ങെടുത്ത് ആരും കാണാതെ മോന്തിയാൽ അതിൻ്റെ അർത്ഥം ചാക്കോച്ചായൻ മരിച്ചിട്ടില്ലായിരുന്നു, മയങ്ങിക്കിടക്കുകയായിരുന്നു. പാപം സംബന്ധിച്ചും മയങ്ങിയവനെയല്ല കുഴിച്ചിടേണ്ടത്, മരിച്ചവനെയാണ്. പാപം സംബന്ധിച്ച് മരിച്ചവനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴേ ഇഷ്ടംപോലെ മോന്താൻ കിട്ടും. ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് വാങ്ങി വെട്ടി മോന്തുന്നവൻ മരിച്ചിട്ടില്ല, അവൻ മയങ്ങിക്കിടക്കുകയായിരുന്നു. സ്വത്രം. യോസഫ് പോയ സ്ഥലത്ത് നോ ചർച്ച്, നോ കമ്മിറ്റി, നോ ബൈബിൾ, നോ ചർച്ച്, നോ മൂപ്പൻ. മുടക്കാൻ ആളില്ല, തിരുത്താൻ ആളില്ല, ചോദ്യം ചെയ്യാൻ ആളില്ല. പക്ഷെ യോസഫ് പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. കുഞ്ഞെ, ആരും നിന്നെ കാണാത്തപ്പോഴും കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന ബോധം നിനക്കുണ്ടെങ്കിൽ പാപം ചെയ്യുവാൻ നീ അറയ്ക്കും. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സൂചിച്ചേ. അല്ലാതെ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ, സഭാവിശ്വാസിയെ കാണിച്ചല്ല നിന്റെ ഭക്തി ജീവിതം. ആസ് ചോദിക്കും, നോ, ദൈവനെ കാണുന്നു. അപ്പൊ പാപത്തിന് മരിച്ചവൻ കുടിച്ചിട്ടുണ്ടോ? എങ്ങനെ അടക്കുന്നേ? ചണ്ണപ്പട്ടക്കാരെങ്ങനെ അടക്കുന്നേ? പത്രത്തിലെല്ലാം കൊടുക്കും, ഒരു ആട് കൊടുക്കും, ഇന്നടത്ത് ഇന്നാര് മരിച്ചു, വന്നു അനുശോചനം. നമുക്കിപ്പോൾ അനുശോചനമൊക്കെ മാറി ആശംസയായി മാറി. ഇപ്പോൾ ചിലർ താഴെ വീണാലും ശവം കൊണ്ടടക്കത്തില്ല, വെച്ചിരുന്ന് അങ്ങ് പറച്ചില്ല. പോട്ടെ. അവസാനം ഒരു പാട്ടുമൊക്കെ പാടി പരസ്യമായി കൊണ്ടടക്കും. അന്തസ്സായി മരിച്ചവനെ അന്തസ്സായി അടക്കും, എല്ലാവരും കാണുക. അല്ലാതെ ശവമടക്കം നടക്കും. കപ്പക്കാലയിലും റബ്ബർ കാലയിലും ഒക്കെ ആരും കാണാതെ കൊണ്ട് കുടിച്ചിടും. അതൊന്നും ശരി മരണമല്ല, കൊലപാതകമാണ്. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞ് അവിടെ ഇവിടെയും പോയി മുങ്ങിയിട്ടും വീണ്ടും അവിടെ പോയിരുന്ന് കുർബാന കൊള്ളാനല്ല. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ വേർപാടിന്റെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ള ദൈവസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. എന്നോടെ കൈകളടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ ഇത് ബുദ്ധിയായി പെരുമാറുക. അത് പിശാചിന്റെ തന്ത്രമാ, നീ കുടുങ്ങിപ്പോകരുത്. രണ്ടാമത്തെ തന്ത്രം പീഡിപ്പിക്കുക. 11-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. പീഡിപ്പിക്കുക. ബുദ്ധിയായി പെരുമാറി നടന്നില്ല, പിന്നെ ഉപദ്രവം തുടങ്ങും. ഇതൊക്കെ അനുഭവിച്ചു വന്നവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും, ദൈവമക്കൾ. ഒരു കാലത്ത് ദൈവമക്കളെ പെട്രോമാക്സും ദൈവമക്കളെ തലയും തല്ലി പൊട്ടിച്ചിട്ടുണ്ട്.
സ്നാനക്കടവ് മുതൽ സ്നാനമേറ്റ് കയറിയ പാവപ്പെട്ട സഹോദരിമാരെ അടിച്ചിട്ടുണ്ട് ഭർത്താക്കന്മാർ, കുടിയന്മാർ. ദൈവസഭ ദൈവദാസന്മാർ നിന്നിട്ടല്ലയോ സ്നാനത്തൊട്ടിയൊക്കെ വന്ന് ഏതെങ്കിലും കുളത്തിലോ ആറ്റിലോ കൊണ്ട് മുക്കും, പാട്ടൊക്കെ പാടി. അപ്പം സ്നാനം ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് പട്ടിയെ പിടിച്ച് മുക്കിയിട്ടുണ്ട്. പാരാർമംഗലം എന്ന സ്ഥലത്ത് സ്നാനം നടത്തുമ്പോൾ കമ്പി വടി കൊണ്ട് ആ ദൈവദാസനെ അടിച്ചു. ആ വെള്ളത്തിൽ രക്തം വീണു. പക്ഷേ അധികം താമസിയാതെ 2 ചർച്ചുകൾ അവിടെ ഉടലെടുത്തു. ഒന്ന് കൈയടിച്ചോ, ശക്തിയോടെ സ്വോത്രം പറഞ്ഞു. ഒരു തുള്ളി രക്തം ഒരു അഭിഷക്തന്റെ ദേശത്ത് വീണാൽ അത് ദൈവം ചോദിക്കും, മറക്കരുത്. ഒരു കുടിയൻ ഭാര്യയെ അന്നൊക്കെ അങ്ങനെ രഹസ്യമായി വന്ന, ഇവിടൊക്കെ അനുഭവിച്ചിറങ്ങിയവരല്ലേ ഇരിക്കുന്നത്, രഹസ്യമായി വന്ന് സ്നാനപ്പെട്ടു. പക്ഷെ ആരാണ്ട് പറഞ്ഞടാ നിന്റെ പെണ്ണും പുള്ള പെന്തക്കോസുകാരോടെ പോയി മുങ്ങുന്നടാ. അവൻ ഓടി വന്ന് വെള്ളം അടിച്ചുകൊണ്ട് കണ്ടപ്പം പെണ്ണും പുള്ള മുങ്ങാൻ ഇറങ്ങി മുങ്ങിയിട്ട് കയറി വരിക, അവിടെ വച്ച് വലിച്ചെടുത്തു. ഇതൊക്കെ പെന്തക്കോസ് ചരിത്രമാ, അല്ലാതെ വിവാഹം കഴിക്കാൻ നേരം വന്ന് മുങ്ങുന്നതല്ലിത്. കല്യാണ ശാനം അല്ല ശാനം. അവിടെ കയറിയപ്പോൾ മുതൽ അവൻ അടിക്കാൻ തുടങ്ങി. വീട്ടിൽ ചെന്ന് കവളം മടൽ വെട്ടി അടിച്ചു, 2 കാലും തല്ലി ഓടിച്ചു. എന്താ വെച്ചുകൊണ്ട് അടിക്കുന്നറിയാമോ? മുടിക്കതിന് പിടിച്ചിട്ട് എടീ നീ ശാനപ്പെടുമോടി, നീ ഇനി ശാനപ്പെടുമോടി. അവൾ പറയില്ല ചായ, ഞാൻ ഇനി ശാനപ്പെടില്ല. ഒന്ന് വിട്ടു. പലരും ഇന്ന് പെട്ടല്ലോ എന്നിരിക്കുക. പലരും കൈയടിച്ച് കാലടിച്ച് അവിടെ ഇട്ടു. പക്ഷേ ഇതൊക്കെ ചരിത്രമാ. തമ്പുരാൻ വിട്ടില്ല. പോയ പോക്കിന് സൈക്കിളെ പോയവനൊരു ബൈക്ക് തൊട്ടി അവൻ താഴെ വീണ് 2 കാലും ഒടിഞ്ഞ് അവനവിടെ വന്ന് കിടന്നു. അപ്പോൾ അവന് മനസ്സിലായി ഏതോ കാര്യമുണ്ട്. പെണ്ണും പിള്ളേരെ കാലൊടിച്ചപ്പോൾ അപ്പുറത്ത് വന്ന് കിടന്നു. അവിടെ കിടന്നുകൊണ്ട് അച്ഛായോ ഇത് ദൈവത്തോട് കളിക്കരുത്, ഇത് തീയോടാണ് കളിക്കുന്നത്, ഇതാണ് സത്യം, നമ്മൾ കുടുംബമായി ദൈവത്തെ സേവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അവൾ പറഞ്ഞത് ഈ നീ പറഞ്ഞത് ഏതോ കാര്യമുണ്ട്, കാലൊന്ന് സ്വതമായാൽ ഞാനും ആ കുളത്തിൽ സ്നാനപ്പെടും. നിങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ലല്ലോ. അവിടെ ഭാര്യയെ തല്ലി അടിച്ച് കയറ്റിയോ ആ സ്നാനക്കടവിൽ അധികം താമസിയാതെ അവൻ മുങ്ങി സ്നാനപ്പെട്ടു. ഇതാണ് പെന്തക്കോസ്ത്. ഇതായിരുന്നു പെന്തക്കോസ്ത്. ഇതായിരുന്നു ദൈവശക്തി. സ്തോത്രം. പീഡിപ്പിക്കും തോറും അവർ പെരുകി. കൈസറുടെ അരമനയുള്ളവർ നിനക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ദൈവസഭയെ പീഡിപ്പിക്കാൻ ഓർഡർ ഇട്ടെടുത്ത് ദൈവവാസ പ്രാർത്ഥന തുടങ്ങി. ഈ രാത്രി ഉച്ചഭാഷയിലൂടെ ഈ യോഗത്തെ, സുവിശേഷത്തെ, പെന്തക്കോസ്തിനെ, ആത്മശക്തിയെ എതിർക്കുന്നവന്റെ വീട്ടിൽ ആരാധന തുടങ്ങാൻ കാലമായി. ശക്തിയോടെ എല്ലാവരും കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവശക്തി രാത്രി വ്യാപരിക്കട്ടെ. ആരിതിനെ എതിർക്കുന്നോ അവന്റെ വീട്ടിൽ ദൈവം കൂട്ടായ്മ തുടങ്ങും. പീഡിപ്പിക്കുക. 1 ബുദ്ധിയായി പെരുമാറുക. 2 പീഡിപ്പിക്കുക. 3 15-ാം വാക്യം. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ കുഞ്ഞുങ്ങളെ കൊല്ലുക. പിന്നെ എവിടെ വെച്ച്? പ്രസവശയ്യയിൽ വെച്ച് കൊല്ലുക, ജനനവേളയെ കൊല്ലുക. 2 പേരെ ആക്കി. ശിപ്ര പൂവ നല്ല പേരാ. പൂവ എങ്ങോട്ട് പോവാ? എവിടെ കുഞ്ഞുങ്ങളുണ്ടോ അവിടെ പോവാ. ഈ രക്ഷിക്കപ്പെട്ടവൻ എവിടെ ഉണ്ടോ? ചില ആളുകൾ യോഗത്തിൽ വരുന്ന വചനം കേൾക്കാനൊന്നുമല്ല, ആരെങ്കിലും രക്ഷിക്കപ്പെടാൻ കൈവക്കുന്നു നോക്കാനാ, സ്നാനപ്പെടാൻ കൈവക്കുന്നു നോക്കാനാ. എന്നിട്ട് അടുത്ത ദിവസം അവിടെ വീട്ടിൽ ചെല്ലും ജനനവേലയെ കൊല്ലാൻ. അങ്ങനെ ശിപ്രാപൂവന്മാർ ഇപ്പോഴും ഉണ്ട്, ജനനവേലയെ കൊള്ളുക. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന പദം കേൾക്കണോ? അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവരെ കൊല്ലാതെ വിട്ടു. അവിടെ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ അവിടെ നിർത്തുന്ന നല്ല വേദപുസ്തകം. വായിച്ച അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. കൈ ഒന്ന് ഉയർത്തിയാട്ടി സ്വോത്രം പറഞ്ഞ് കേട്ടോ. ഉച്ചഭാഷ ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അനുഗ്രഹിച്ചാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമാണ്. ദൈവം മാനിച്ചവനെ നീ മാനിച്ചാൽ നിനക്കും നിന്റെ സന്താനങ്ങൾക്കും മാന്യതയാണ്.
എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ കാരണം കൂടാ നീ അപമാനിച്ചാൽ, കാരണം കൂടാ നീ വേദനിപ്പിച്ചാൽ, കാരണം കൂടാ നീ സങ്കടപ്പെടുത്തിയാൽ, പ്രൈസ് ദി ലോർഡ്, അവൻ മറുപടി പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ദൈവം മറുപടി പറയും, മറക്കരുത്. അതിന് തെളിവ് വ്യക്തത വായിച്ചോ സിസ്റ്ററെ? ഒന്ന് ശൗമേലിന്റെ പുസ്തകം 15:2, 1 ശൗമേൽ 15:2 പെട്ടെന്ന് വായിക്കാം. 1 ശൗമേൽ 15-ാം അധ്യായം 2-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ, അമാലേക്യൻ അവരോട് ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. വായിക്കേ, പെട്ടെന്ന് വായിക്കേ. 1 ശൗമേൽ 15-ാം അധ്യായം 2-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ കുറിച്ച് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. കാലങ്ങൾ കഴിഞ്ഞാലും ദൈവം മറക്കില്ല. ഒരു പാവപ്പെട്ടവനെ നീ ദ്രോഹിച്ചാൽ, ഒരു ദൈവത്തിന്റെ അഭിഷക്തനെ നീ തല്ലിയാൽ, അവൻ 2 കൈയും കെട്ടി നിന്ന് കൊണ്ടുകൊണ്ട് പോവും. പക്ഷെ ഇടപെടുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. ഞങ്ങൾ തിരിച്ചാലില്ല. ഒരു ദൈവദാസനെ, കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെയും ഭാര്യയും രാത്രി കുറച്ചുപേർ വന്ന് വിളിച്ചു, അത്യാവശ്യമായി വരണം, രോഗിയായ ഒരാൾ കിടക്കെന്നും പറഞ്ഞ്. പാവപ്പെട്ടവൻ വിചാരിച്ചു ശരിയാണ്. ഞാനും ഭാര്യയും കൂടെ സ്കൂട്ടർ എടുത്ത് പോയി. ഇരുളിൻ്റെ മറവിലെത്തിയപ്പോൾ ചവിട്ടി. കുറേ കാലം മുമ്പാ. ഇപ്പോഴത്തെ പോലെ പ്രതിഷേധവും പ്രശ്നമൊന്നുമില്ല. ആരും കേസ് എടുത്തില്ല. അവന്മാർ പോയി, ജീവൻ കിട്ടിയവർ തിരിച്ചു വന്നു. ഇന്ന് രാത്രി പറയാം, ലോകത്തിലെ ആരും കേസെടുത്തില്ലെങ്കിലും സ്വർഗീയ ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ട്. അതാ ദൈവനീതി. ദൈവം അവർക്കും നന്മ ചെയ്തെന്ന്. ഒന്നുകൂടെ ആവർത്തിക്കാം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അനുഗ്രഹിച്ചാൽ നിനക്ക് നിൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമാണ്. ഈ പെന്തക്കോസ്തിലെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ കാരണം കുശുമ്പൂത്തിയിട്ട് കാര്യമില്ല. പട്ടിണിയുടെ കാലത്തും ഇല്ലായ്മയുടെ കാലത്തും പാവപ്പെട്ട ദൈവദാസന്മാരെ വീട്ടിൽ കയറ്റി കുഞ്ഞുങ്ങൾക്ക് പാലൊഴിച്ച് ചായ കൊടുക്കാനില്ലാത്ത കാലത്ത് അവർക്ക് കൊടുത്തു. ഒരു മുട്ടയുള്ളത് പുഴുങ്ങി അവർക്ക് കൊടുത്തു. അപ്പം പിള്ളേർ പോലും വിശന്നിരുന്നു. ഇപ്പോഴും പറയാമില്ല, ഉപദേശിക്ക് കിട്ടാനാ. നോ 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 നോ. അതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ? തലമുറയെ ദൈവം കൈവിട്ടില്ല. കയ്യൊന്നാട്ടി സ്തോത്രം പറഞ്ഞ്. ഈ പെന്തക്കോസ്തിൻ്റെ ആറ്റംബകാല നേതാക്കളുടെ അല്ലെങ്കിൽ അഭിഷക്തന്മാരുടെ എല്ലാം ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. കുക്കു സാഹിബിൻ്റെയും ഉണ്ണുണ്ണി സാറിൻ്റെയും TK ശൗമേൽ എല്ലാവരുടെയും വായിച്ചിട്ടുണ്ട്. നമ്മുടെ CK ദാനിയേലപ്പച്ചൻ്റെയൊക്കെ TG ഉമ്മനപ്പച്ചൻ്റെയൊക്കെ. അപ്പോൾ അവർ ഈ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാം എഴുതിക്കുന്നത്? ഈ കുമ്പനാട് നിന്ന് ഈ കൊട്ടാരക്കര ആയൂരൊക്കെ വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? വണ്ടി ഓടിയിട്ട് തന്നെ എത്ര നേരം ഇവിടെ വരുന്നത്? അവർ പട്ടിണിയുടെ കാലമാണെന്ന് അവരെ നടക്കുക. അപ്പോൾ ഈ CK ദാനിയേലപ്പച്ചൻ്റെയും TG ഉമ്മനപ്പച്ചൻ്റെയൊക്കെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: കുമ്പനാട് നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് നടക്കുവാൻ തുടങ്ങി. നടന്നു വരുമ്പോൾ എനിക്ക് ക്ഷീണം തോന്നി. എന്നിട്ടൊരു വീട്ടുപേരെഴുതി ആ വീടിൻ്റെ ഗേറ്റിങ്കിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ തള്ള അങ്ങനെ എഴുതിയേക്കുന്നത് എനിക്ക് ഒരു ഗ്ലാസ് മോരും വെള്ളം കൊണ്ടു തന്നു. സ്തോത്രം. അങ്ങനെ ആരംഭിച്ചതായി പ്രസ്ഥാനം. മറ്റൊരാൾ ഞാൻ നടന്നു വന്നപ്പോൾ ഒരു കട്ടൻ കാപ്പിയിട്ട് തന്നു. വൃക്ഷത്തണൽ ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആ ഇന്ന വീട്ടുകാർ ഒരു കട്ടൻ കാപ്പിയിട്ട് കൊണ്ട് തന്നു. ഞാൻ ആ വായിച്ചു നോക്കിയപ്പോൾ ഏതെല്ലാം വീട്ടുപേരുകൾ അന്നത്തെ ഈ പാവപ്പെട്ട ദൈവദാസന്മാർ എഴുതിയോ അവനെയും അവൻ്റെ സന്താനങ്ങളെയും കിളയോട് ദൈവം സമൃദ്ധിയുടെ നാട്ടിൽ കൊണ്ടിട്ടു. ദൈവം ആർക്കും കടക്കാരനല്ല. കൈയൊന്നടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. മോനെ കൈയടിച്ചോ, സത്യോട് ദൈവത്തെ സ്തുതിച്ചോട് പറ, അവൻ ആർക്കും കടക്കാരനല്ല. അവനാർക്കും കടക്കാരൻ. എനിക്കൊരു പാട്ടൊക്കെ പാടണമെന്നുണ്ട്. ഒന്ന് സോജൻ പറഞ്ഞു വന്നേ, അവനാർക്കും കടക്കാരല്ല. 2 വാക്കൊന്ന് പാടിച്ച്. അവനിപ്പം പറയാൻ ആരുമില്ല. ഒന്ന് പാടി. ഇതിപ്പം പാടില്ല, പിന്നെ എപ്പോഴാണ് പാടുന്നത്? അവനാർക്കും. എനിക്ക് പാട്ട് പറയാനേ അറിയൂ. നന്നായി പാടുന്നവരുണ്ടല്ലോ. പെട്ടെന്ന് 2 സെൻസാൽ മതി. അവനാർക്കും കടക്കാരനല്ല,
അവൻ ഒപ്പം പറയാൻ ആരുമില്ല. പെട്ടെന്ന് ഓക്കെ. ആ, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈ ഉയർത്തി പിടിച്ചോ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ആർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ചക്രി. ഞങ്ങൾ ഒരു തിയറി പ്രസംഗിക്കുകയല്ല, അനുഭവമാണ്. ഞങ്ങൾ ഈ അനുഭവമാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് ആർക്കും കിടക്കാരനല്ല. എൻ്റെ അപ്പനൊരു പാസ്റ്ററല്ലായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊണ്ട് കൊടുക്കുന്ന ആളായിരുന്നു. യുവദാസിൻ്റെ ആർക്കൊക്കെ അറിയാം. 2 കിലോ പട്ടിണിയുടെ കാലത്ത്, പെന്തക്കോസിൻ്റെ ഇന്നത്തെ സമൃദ്ധിയുടെ കാലമല്ല, ഞങ്ങളുടെ കൊച്ചുകൂടിൽ അനേക അഭിഷക്തന്മാരെ കൊണ്ട് പാർപ്പിച്ചു. 2 കിലോ കപ്പ വാങ്ങിയാലല്ലോ 1 കിലോ പാസ്റ്റർ വീട്ടിൽ കൊടുത്തു വിട്ടു. 1 നാഴി അരി ഉണ്ടെങ്കിൽ ഒരു നാഴി അവിടെ കൊടുത്തു വിട്ടു. അതുകൊണ്ട് ദൈവം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ സാക്ഷി. എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പറന്നു പോയതാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ ഓടിച്ചിട്ട് അങ്ങ് തീറ്റ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നാട്ടിൽ നിന്നാണ് വേണ്ടായെന്നും പറഞ്ഞു ഓടുക. നീ കുശുമ്പോ കുത്തിക്കോ, ഇത് കേട്ടിട്ട് എൻ്റെ അടിയിലൊക്കെ വന്ന് കമൻ്റ് അടിച്ചോ, നീ അതും പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ പരുവത്തിൽ. ഈ ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ശ്രേഷ്ഠ ഭോജ്യങ്ങളുണ്ടോ, ഏറ്റവും വില കൂടിയ ഭക്ഷണം കൊണ്ടോ, അതെല്ലാം എൻ്റെ മുമ്പിൽ ദൈവം കൂമ്പാരമായി കൂട്ടി. പറന്ന് നടക്കുക. വിളിക്കുന്നിടത്തോട്ട് വയ്യായെന്ന് പറയുക. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഞാൻ ദൈവം എന്ന് വെച്ചാൽ UK നിന്നിരിക്കും. കർത്താവിന് വരുക. അവൻ ആർക്കും കിടക്കാറ്. ഒരു അഭിഷക്തന് 10 രൂപ കൊടുത്ത് 10,000 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. ഒരു പാവപ്പെട്ട ദൈവവേനെ കുഞ്ഞിനെ, എനിക്ക് വായി വരുന്ന ദൂത് ഓരോന്നും പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പാവപ്പെട്ട പെൺകുഞ്ഞിനെ കെട്ടിക്കാൻ 3.25 പണം കൊടുത്തിട്ട് നീ 10 പത്രത്തിൽ പരസ്യം ചെയ്യരുത്.
സ്തോത്രം. ആരും അറിയണ്ട, ആരും കാണണ്ട, നീ ചെയ്തതിനൊക്കെ പ്രതിഫലം തരുന്നൊരു സ്വർഗമുണ്ടെന്ന് രൂത്തിനോട് പറയുന്നു. യോബസ് പറയുന്നു, മകളെ, നീ നിന്റെ അമ്മായിയമ്മയോട് ചെയ്തത്, നിന്റെ ബന്ധുക്കളോട് ചെയ്തത് ഞാൻ അറിഞ്ഞെന്ന്. ഓ, പരിശുദ്ധാത്മാ പറയുക, നീ ചെയ്തത് ഇവിടെ ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും ബലേവേഷ് പറഞ്ഞില്ലെങ്കിലും, ആരും കൈയടിച്ചില്ലെങ്കിലും, ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗമുണ്ട്. ശക്തിയോടെ കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. അവൻ ആർക്കും കടക്കാരനല്ല. ബുദ്ധിയായി പെരുമാറുക, പീഡിപ്പിക്കുക, കുഞ്ഞുങ്ങളെ കൊല്ലുക. പിന്നെ പറഞ്ഞു, ഇനി ഞങ്ങൾ കൊല്ലാനൊന്നും വരുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് കൊന്നേക്കണം. അതിപ്പം വിജയകരമായി ഇവിടെ പ്രാവർത്തിയാക്കുക. ഞങ്ങളാരും കൊല്ലാൻ വരത്തില്ല, നിങ്ങൾ തന്നെ അങ്ങ് കൊന്നോ. ഇപ്പം അതാ പാസ്റ്ററെ നടക്കുന്നത്, നിങ്ങൾ തന്നെ കൊന്നു, ഞങ്ങൾ കൊല്ലാൻ വരത്തില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ അവിടെ വിടാം. ഒരു ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പുറത്തെ ശത്രുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അകത്തെ ശത്രുവിൻ്റെ കാര്യം നീ നോക്കണേ. ഏത് കാലഘട്ടത്തിലുള്ള പിശാചിയ വെല്ലുവിളികളെ ദൈവസഭ അതിജീവിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലെ സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭ മുന്നേറും. വിശ്വസിക്കുന്നവർ ശക്തിയുടെ സ്തോത്രം പറ. പിശാച് തോറ്റവനാണ്, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. എല്ലാ കാലഘട്ടത്തിലെയും സാത്താന്യ വെല്ലുവിളികളെ യഥാർത്ഥ ദൈവസഭ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ സാത്താന്യ വെല്ലുവിളികളെയും ദൈവസഭ വിജയിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ ബാലാഖ് ബിലയാം എന്ന പ്രവാചകനെ കൂലി കൊടുത്തു കൊണ്ടുവന്നവരെ പ്രാകാൻ, അവരെ ശപിക്കാൻ, എന്നിട്ട് 4 ആംഗിളിൽ കൊണ്ട് നിർത്തി പ്രാകാൻ പറഞ്ഞു. ഞാൻ എഴുതിയൊന്നറിയില്ല, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 7-ാം വാക്യം 1-ാം ഫേസിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നോക്കി പ്രാകാൻ പറഞ്ഞു. അവൻ പ്രാകാൻ വന്നവൻ്റെ വായിൽ ദൈവം അനുഗ്രഹം കുത്തി നിറച്ചു. ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും. ഹല്ലേലൂയ. ശിലാഗ്രഹങ്ങൾ ഞാൻ അവനെ കാണുന്നു. ഓ ഹല്ലേലൂയ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. അവനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് അനുഗ്രഹം പറഞ്ഞപ്പം വേറൊരു ആംഗിളിൽ കൊണ്ടുവന്നിട്ട് പ്രാകാരാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ലക്ഷണം വ്യക്തിയ യാക്കോവിൻ്റെ അടുക്ക നടക്കത്തില്ല. കൈയടിച്ച് വാതർന്നുകൊണ്ട് പറ, ലക്ഷണ വ്യക്തിയ യാക്കോവിൻ്റെ അടുക്ക നടക്കത്തില്ല. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? ശുദ്രമുണ്ട്, മയക്കമുണ്ട്, എന്നാൽ ആഭിചാരം ഇസ്രായേലിന് ഫലിക്കില്ല. ലക്ഷണ വ്യക്തിയ യാക്കോവിൻ്റെ അടുക്ക നടക്കത്തില്ല. ഓ, ശുദ്രവും മയക്കവും ഉണ്ട്. നീ യഥാർത്ഥ ദൈവവേദനായി പാർത്താൽ നിന്റെ അടുക്ക ഒരു പണി നടക്കത്തില്ലെന്ന്. സ്തോത്രം. 4 കൊണ്ട് വെച്ച് വായിച്ചു നോക്കിക്കോ. വീട്ടിൽ പോയി 23-7 മുതൽ 9 വരെ, 23-21 മുതൽ 23 വരെ, 24-5 മുതൽ 9 വരെ, 24-15 മുതൽ 17 വരെ, 4 ആംഗിളിൽ കൊണ്ട് നിർത്തി പ്രാകാൻ പറഞ്ഞു. ആവർത്തന പുസ്തകം പിന്നെ തമ്പുരാൻ പറഞ്ഞു, നിന്നെ പ്രാകാൻ ബിലയാം ബാലാക്കിനെ കൊണ്ടുവന്നെങ്കിലും അവന് ചെവി കൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ഞാൻ ആ പ്രാക്ക് അനുഗ്രഹമാക്കി മാറ്റി. ഒന്നുകൂടെ പറയാം, ഏത് കിടികെട്ടിയ പ്രവാചകൻ നിന്നെയും നിന്റെ തലമുറയെ ശപിച്ചാലും ആ ശാപം അനുഗ്രഹമാക്കി മാറ്റാൻ കഴിവുള്ളവൻ. കൈയടിച്ചോ, സ്തോത്രം പറഞ്ഞോ. ഇന്ന് രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. പിശാചുവിൻ്റെ 1000 ദൂതന്മാരും നിന്നെയും നിന്റെ തലമുറയും പ്രാഗിയാലും ആ പ്രാക്ക് അനുഗ്രഹമാക്കാൻ കഴിവുള്ളവൻ ഈ രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. അവസാനം 23-25 പെട്ടെന്ന് വായിക്കുക സിസ്റ്ററെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം. എന്താ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നവൻ പറഞ്ഞെന്നറിയാമോ? വായിക്കാം. അപ്പോൾ ബാലാക്ക് ബിലയാമിനോട്, അവയെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട, നീ ഒന്ന് പോയി തരാവോ? എന്തിനു കൊണ്ടുവന്ന? പ്രാകാൻ കൊണ്ടുവന്ന, ശപിക്കാൻ കൊണ്ടുവന്ന. ഇപ്പം പറയാ, ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പോയി തരാവോ? നീ ദൈവകൃപയിൽ നിന്നാൽ ലോകത്തിലൊരു ശക്തിക്കും നിന്നെ ഒതുക്കാൻ കഴിയില്ല. പ്രമാണത്തിൽ നിന്നാൽ ആർക്കും നമ്മെ പ്രാഗി ഒതുക്കാൻ കഴിയില്ല. 25-ാം അധ്യായത്തിൽ പ്രമാണം വിട്ടു പോയപ്പം ബാലാക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോയി, ബിലയാം പറഞ്ഞു കൊടുത്തിട്ട് പോയി. ഇത്രയേ ഉള്ളൂ. ഇവരെ തകർക്കാൻ ഇവരുടെ പ്രമാണം ലംഘിക്കണം, ഇവർ വിശുദ്ധിയിൽ നിന്ന് വീഴണം, ഇവർ സത്യത്തിൽ നിന്ന് വീഴണം, ഇവർ പ്രതിഷ്ഠ ലംഘിച്ചാൽ ഇവരുടെ ദൈവയുടെ പ്രൊട്ടക്ഷൻ പിൻവലിക്കും. ഇവരുടെ ദൈവം ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നിടത്തോളം ഒരു ശക്തിക്കും അവരെ തൊടാൻ കഴിയില്ല. ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. സഹോദരൻ, പ്രൊട്ടക്ഷൻ പിൻവലിപ്പിച്ചാൽ അവർ തകർന്നു പോകും. അങ്ങനെ പിൻവലിക്കപ്പെട്ടു. ശിത്തീമിൽ വെച്ച് അവർ പരസംഗം ചെയ്തു. 24,000 എണ്ണം വീണെന്ന്. അത് അവൻ്റെ ആലോചനയായിരുന്നു. അപ്പോൾ ദൈവകൃപയിൽ നിന്നാൽ നിന്നെ പ്രാകുവാൻ, നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിയും കഴിയില്ല. വായിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദൈവത്തിൻ്റെ ദൈവദാസനായ മോശ
ഇതാ ലേവിയെ കുറിച്ച് പറയുന്നു. നമ്മുടെ വിഷയം മറക്കരുത്. അപ്പൻ പറഞ്ഞു, എൻ മനമേ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്, എന്നുള്ളമേ അവിടെ യോഗത്തിൽ കൂടരുത്. ശിമിയും ലേവിയും സഹോദരന്മാർ അവിടെ വാൾ, സാഹസത്തിന്റെ വാളുകൾ, അവിടെ യോഗത്തിന് ആരും കൂടരുത്. എന്നാൽ എന്താണ് സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ പറഞ്ഞത്? വായിക്കാം, ആവർത്തന പുസ്തകം 33:8. യെസ്, ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. എന്താ ഉറീമും തുമ്മീമും എന്ന് പറഞ്ഞാൽ? നിന്റെ വെളിപ്പാടും നിന്റെ സത്യവും ആരുടെ കയ്യിലിരിക്കുന്നു? ഭക്തന്റെ പക്കൽ. ദൈവിക വെളിപ്പാടും ദൈവിക സത്യവും അപ്പൻ ശപിച്ച, അപ്പൻ പ്രാഗിയ ലേവിയുടെ കയ്യിൽ ദൈവം കൊടുത്തു. നിന്നോടുള്ള ദൂതാ കുഞ്ഞാ പറയുന്നേ, പെറ്റതള്ള പ്രാഗിയാലും സ്വന്തം അപ്പൻ ശപിച്ചാലും ആ ശാപം പോലും അനുഗ്രഹമാക്കി മാറ്റാൻ കഴിവുള്ളവനാ നിന്റെ ഉടയവൻ. നീമസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പൊരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവർ ആദരിച്ചതുമില്ല, സ്വന്തം മക്കളെന്നവർ ഓർത്തതുമില്ല. എങ്കിലും ഉണ്ട്, എങ്കിലും കൊടുക്കണം. എങ്കിലും അവർ നിന്റെ വചനം പ്രമാണിച്ചു. ഇതാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ലേവിയെ കുറിച്ച്. സ്വന്തം സഹോദരങ്ങളെന്ന് ഓർത്തില്ല, അപ്പനെന്ന് ഓർത്തില്ല, അമ്മയെന്ന് ഓർത്തില്ല. എങ്കിലും അവർ ദൈവവചനം പ്രമാണിച്ചു. ഇതെവിടെ നടന്ന കാര്യമാ? പുറപ്പാട് പുസ്തകം 32:26. ആ പ്രമാണം കയ്യിൽ എഴുതി വാങ്ങിയ മോശ അഗ്നിപ്രമാണം, അഗ്നിഖൈരങ്ങളാൽ എഴുതപ്പെട്ട പ്രമാണവുമായി ദൈവദാസനായ മോശ താഴേക്കിറങ്ങി വരുമ്പോൾ പ്രമാണം ലഭിച്ച ജനം അതിലെ ഒന്നാമത്തെ പ്രമാണം തന്നെ ലംഘിച്ച്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പ്രമാണം ലംഘിച്ച് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാ എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ആർത്തിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ കോപം ജ്വലിച്ചു. അയാൾ കൽപ്പലക എടുത്തു, ഒറ്റ ഏറ് കൊടുത്തു, അത് അടിച്ച് പൊടിച്ച് കലക്കി ജനത്തിന് കൊടുത്തു. എന്നിട്ട് അയാൾ എന്താ വിളിച്ചു പറഞ്ഞേ? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വായിക്ക് സിസ്റ്ററെ, വായിക്കേ. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് മോശ പറഞ്ഞപ്പോൾ ആര് എന്നാ? ലേവ്യന്മാർ നിന്നു. യാക്കോബിന്റെ വീട്ടിൽ ശുദ്ധീകരണം നടത്താൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ശിമിയും ലേവിയും. എന്നാൽ സിനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ ശുദ്ധീകരണം നടത്താൻ ശിമിയെ കാണുന്നില്ല, ലേവി. ഇതൊക്കെ ദൂത. ആരെല്ലാം എടുത്ത ആത്മാവിന്റെ വാള് താത്തുവച്ചാലും നീ എടുത്ത ആത്മാവിന്റെ വാൾ താത്തുവെക്കരുത്. ആരെല്ലാം എടുത്ത വിശുദ്ധിയുടെ പ്രമാണം താത്തുവെച്ചാലും നീ എടുത്ത വിശുദ്ധിയുടെ പ്രമാണം താത്തുവെക്കരുത്. ഈ യോഗത്തിൻ്റെ നോട്ടീസ് കണ്ടിട്ടാണ് തോന്നുന്നു എൻ്റെ സ്നേഹിതൻ, അദ്ദേഹത്തിന് ഇപ്പം പോകാൻ വയ്യാതെ വിട്ടിരിക്കുക, ബാബു ചെറിയാൻ പാസ്റ്റർ എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജ് ഇട്ട്. ഞാൻ ഇന്നലെ കോവളത്തിന് പോകുമ്പം അനേക ദൈവദാസന്മാർ ഞാൻ ഇത് പറയാറുണ്ട്, ഈ സത്യങ്ങൾ പെന്തക്കോസ്തിൻ്റെ ഈടേറിയ വചനസത്യങ്ങൾ ഇനിയും എത്ര നാൾ പ്രസംഗിക്കാൻ ആൾ കിട്ടുമെന്ന് ഭയപ്പെടുക. ഇത് പറയാൻ ഇനി ആളുണ്ടാകുന്ന എനിക്കറിയില്ല. സത്യവാസ ഞാൻ മണക്കാലയിൽ നമ്മുടെ കോശി സാറ് മരിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ക്ലാസ് എടുക്കുകയാണ്, രാവിലെയും വൈകിട്ടും കൊണ്ട്. അദ്ദേഹം അങ്ങ് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് കേൾക്കുകയായിരുന്നു. ഇത് റെക്കോർഡ് പോവല്ലേ. ആ വയോവൃദ്ധൻ, ആ അഭിഷക്തൻ മുമ്പോട്ട് കയറി വന്ന് എൻ്റെ കൈ പിടിച്ച്, ലാസ്റ്റ് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് പാസ്റ്റേ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മോനച്ച ഇനിയും ഇത് പറയാൻ ആര് കാണുമെന്ന്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരെയൊക്കെ ഒരുക്കും. ഇപ്പം എല്ലാം പണത്തിൻ്റെ പുറകെയും പ്രതാപത്തിൻ്റെ പുറകെയും സമൃദ്ധിയുടെ പുറകെയും പോകുക. എനിക്കൊരാഗ്രഹമുണ്ട്, പ്രൈസ് ദി ലോർഡ്, ലേവി എടുത്ത വാൾ അവസാനം വരെ കയ്യിലുള്ളതുപോലെ ആത്മാവിൻ്റെ വാൾ ഞാനെടുത്തത് എൻ്റെ അവസാനം വരെ എൻ്റെ കയ്യിൽ കാണണം. എനിക്കിവിടെ പ്രതാപം വേണ്ട, എനിക്കിവിടെ കസേര വേണ്ട, എനിക്കിവിടെ നേതാവാകണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ ഉയർത്തിയാൽ മതി. പറ്റി അത് നീതിയായി കണക്കിട്ടു. തമ്പുരാൻ പറഞ്ഞു, എൻ്റെ ഉറീമും തുമ്മീമും ഞാൻ എൻ്റെ ഭക്തൻ്റെ കൊടുക്കുക, എൻ്റെ
എൻ്റെ വെളിപ്പാട് സത്യവും. അവിടെ എഴുതി അടുത്ത വാക്യം വായിച്ച് കേട്ട് തീർന്നില്ലെന്ന് തോന്നുന്നു. ആവർത്തന പുസ്തകം 8:9 കൂടെ വായിച്ചേ, 9-ാം വാക്യം എല്ലാം വായിക്കാൻ നേരമില്ല. നിൻ ഭക്തൻ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകലത്തിൽ നിന്ന് പൊരുകയും ചെയ്തൊരു പക്കൽ തന്നെ. എന്നിട്ട് അടുത്ത പദം എന്താ എഴുന്നറിയാമോ? അടുത്ത പദം എഴുന്നറിയാമോ? അപ്പനെ അമ്മയെയും കുറിച്ച് വായിച്ചു. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു. അടുത്ത വാക്യം, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. നിന്റെ നിയമം അവർ കാത്തു. അടുത്ത വാക്യം യാക്കോബിന് നിന്റെ വിധികളും. ഇങ്ങോട്ട് നോക്കിയ, അതുകൊണ്ട് അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും. നിങ്ങൾക്ക് മനസ്സിലായില്ലോ? വെടിവെട്ടുന്ന സ്വതന്ത്രം പറഞ്ഞേ. ശപിച്ച അപ്പന് നിന്റെ വിധി മോൻ ഉപദേശം കൊടുക്കുമെന്ന്. അതുകൊണ്ട് അവർ യാക്കോബിന് നിന്റെ ചട്ടങ്ങളും ഇസ്രായേലിന് നിന്റെ വിധിയും ഉപദേശിച്ചു കൊടുക്കുമെന്ന്. നിന്നെ പ്രാഗിയവന് ഈ വെളിപ്പാട് പറഞ്ഞു കൊടുക്കാൻ ദൈവം നിന്നെ നിയോഗിക്കുമെന്ന്. ആട്ടി ഓടിച്ചവൻ നിന്നെ ആട് വിട്ട് വിളിപ്പിക്കുമെന്ന്. നിന്നെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചവൻ നിന്റെ പ്രാർത്ഥന കൊതിക്കുമെന്ന്. കരടിച്ച ദൈവത്തെ സൂചിപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അവർ യാക്കോബിന് നിന്റെ പ്രമാണം. എന്തുകൊണ്ടാ? അപ്പനെ നിവർത്തില്ല, അമ്മയെ ആചരിച്ചില്ല, വെട്ടി. ഈ കാളക്കുട്ടി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് ആരായിരുന്നു? ആരാ ലീഡർഷിപ്പ് നൽകിയത്? അഗരോൻ ആരായിരുന്നു? ലേവ്യൻ. കുണുക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആരെല്ലാം കുണുക്ക് കൊണ്ടുവന്നു? ലേവ്യനും കൊടുത്തു. എല്ലാ കുണുക്കൂടി ഇട്ട് റെഡിയാക്കിയ കാളക്കുട്ടിയാണ്. പുള്ളിയുടെ പറച്ചിൽ ചോദിച്ചാൽ കേട്ടാ, മോശം ഇങ്ങോട്ട് വന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിതെല്ലാം കൂടെ അതിലോട്ടിട്ടു, ഈ കാളക്കുട്ടി പുറത്ത് വന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഷൂ എന്ന് ഉറങ്ങി വന്നാണ്. പുള്ളി രൂപം പാവമൊക്കെ വെച്ചാൽ പുള്ളി കൈയൊഴിയുക, ഈ ജനമെല്ലാം അവിടെ കൊണ്ടിട്ടു ഇങ്ങനെ പുറത്ത് വന്നെന്ന്. ദൈവം തമ്പുരാൻ പറഞ്ഞ്, ജനത്തെ പാവം ചെയ്യാൻ നീ കെട്ടഴിച്ച് വിട്ടത് എന്താണെന്ന്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇങ്ങോട്ട് നോക്കി, ഈ സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയതും കാളക്കുട്ടി ഉണ്ടാക്കിയതും ആരാ? അഗരോൻ. അവനാരായിരുന്നു? ലേവ്യൻ. കുണുക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആരെല്ലാം കുണുക്ക് കൊണ്ടുവന്നു? എല്ലാവരും കുണുക്ക് കൊണ്ടുവന്നു, ലേവ്യരും കുണുക്ക് കൊണ്ടുവന്നു. പക്ഷെ വേർപാടിൻ്റെ വിളി വന്നപ്പം ഞങ്ങളുടെ കുണുക്ക് അവിടെ ഉണ്ടെന്നും പറഞ്ഞവർ നിന്നില്ല, അവർ മാറി നിന്നു. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ പല പള്ളികളും പണിത ഞങ്ങളുടെ വല്യപ്പന്മാരും കൂടെ അവരും കല്ല് ചുമന്നതാ. കല്ലറ അവരുടെയും കൂടെ പേരില്ല. പല ഓഡിറ്റോറിയം അവരുടെ വേർപ്പുവനമുണ്ട്. SNDPയിലും NSSലും ഒക്കെ അവർ നിന്നതാ. പക്ഷെ വേർപാടിൻ്റെ വിളി വന്നപ്പോഴേ കുണുക്ക് അവിടെ ഉണ്ടെന്നും പറഞ്ഞവർ കന്നില്ല, അവർ സത്യത്തിന് വേണ്ടി മാറി. പിതാക്കന്മാരുടെ കല്ലറ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവർ നിന്നില്ല. അവർക്ക് അടക്കിയാലും അടക്കിയില്ലേലും, കല്ലറ കിട്ടിയാലും കിട്ടിയില്ലേലും ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞു. അവരുടെ തലമുറ ദൈവം കൈവിടില്ല. കാതലായ വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. നമ്മുടെ വിഷയം അനുഗ്രഹം ശാപമാക്കുന്ന ദൈവം. ഗലാത്യലേഖനം 3-ാം അധ്യായം 13. വേഗത്തിൽ വായിച്ചാട്ടെ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. ഗായക സംഘം കയറി വന്നു. ഇവിടെ നിൽക്കുക, ഞാൻ പറയുമ്പോൾ പോയാൽ മതി. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത. നിനക്കീ വേദന വരുത്തി വശതി നീജന്യാനല്ലോ. നിനക്കീ വേദന വരുത്തി വശതി നീജന്യാനല്ലോ. മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ 3 വിധത്തിലുള്ള ശാപം വന്നു. ഒന്ന്, മൃഗജാലങ്ങളുടെ മേൽ ശാപം, എന്നെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആരും ഇവിടെ നിൽക്കരുത്. 2, ഭൂമിയുടെ മേൽ ശാപം. 3, മനുഷ്യൻ്റെ മേൽ ശാപം. എന്താണ് മൃഗജാലങ്ങളോട് പറഞ്ഞത്? നീ ഇഴഞ്ഞ് ഉരസ് കൊണ്ട് ഇഴഞ്ഞ് ഉപജീവി കഴിക്കും, നിലത്തെ പൊടി ഭക്ഷിക്കും, മൃഗങ്ങളുടെ സംസാര ശേഷി നഷ്ടപ്പെടുത്തി പെട്ടുകൾ.
ഭൂമിയോടെ കുറിച്ച് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 3:14-17 വായിച്ചോ. 3:14. ഉൽപ്പത്തി 3:3 മുള്ളും പറക്കാരെയും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. വായിക്കേ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, Yes. നീ ഇത് ചെയ്യുക കൊണ്ട് ആ. എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കും. നീ ഉരസുകൊണ്ട് ഗമിച്ച് ശാപം അവിടെയാണ് തുടങ്ങുന്നത്. അത് വായിച്ചോ. ഉരസുകൊണ്ട് ഗമിച്ച് ആ. നിന്റെ ആയുഷ്കാലം ഒക്കെയും Yes. പൊടി തിന്നും. അടുത്തത്. ഞാൻ നിനക്ക് സ്ത്രീക്കും ആ. നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ആ. ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. അടുത്ത വാക്യം. സ്ത്രീയോട് പറഞ്ഞത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോട് മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അടുത്ത വാക്യം. അടുത്തത്. മനുഷ്യനോട് കൽപ്പിച്ചത്, നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് Yes. നിന്റെ നിമിത്തം ഭൂമി നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്. നിന്റെ ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അടുത്തത്. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ഇതെല്ലാം ശാപഫലമാണ്. 3 വിധ ശാപങ്ങൾ. 1 മൃഗജാലങ്ങൾ ശപിക്കപ്പെട്ടു, 2 ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യൻ ശപിക്കപ്പെട്ടു. ഈ ശാപം പൂർണ്ണമായി തീരുന്നത് നമ്മുടെ യേശുപ്പച്ചന്റെ മടങ്ങി വരവില്ല. എന്നാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. മനുഷ്യവർഗത്തിന്റെ ശാപം പരിഹരിപ്പാൻ ഒരുവൻ ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെടുന്നിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി. കാൽവറി കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു കള്ളനെ പോലെ കണ്ടാൽ ആണെന്ന് തോന്നുമാറ് വിരിവനായി, കൈകാലുകൾക്കാരും പണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പ് വെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിന്റെ ശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം ലഭിച്ചു. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിക്കുന്ന മാത്രയിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തീർച്ച യേശുവിന്റെ രക്തത്തിന് നിന്റെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്, രോഗസൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, പൈശാചിക ബന്ധനം വിടുവിപ്പാൻ ശക്തിയുണ്ട്, സകല ശാപങ്ങളും വഴിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കട്ടെ. പാപത്തിന്റെ കടച്ചീട്ട്, ശാപത്തിന്റെ കടച്ചീട്ട് യേശു കാൽവറിയിൽ കീറി. പ്രിയപ്പെട്ടവരെ, സമയച്ചിൽ പോയി ഈ മർമ്മം നിങ്ങൾ മറക്കരുത്. അതായത് ഒരു മനുഷ്യന്, ഒരു അഭിഷക്തന്, ഒരു ദൈവദാസന് രോഗശാന്തി ശുശ്രൂഷ ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമായി എന്ന് വരാം, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതാത്മാക്കൾ മാറി എന്ന് വരാം. എന്നാൽ പാപത്തിന് ഫലമായ ശാപം മാറ്റാൻ ലോകത്തിലെ ഒരഭിഷക്തനും അധികാരമില്ല. ന്യായപ്രമാണത്തിന് കഴിയാനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിനെ അയച്ചു, ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ സാമുദായിക സഭകൾ പഠിപ്പിക്കുന്നത് ജന്മപാപമകറ്റുവാൻ മാമോദിസ, കർമ്മപാപമകറ്റുവാൻ കുംഭസാരം, സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. ജന്മപാപവും കർമ്മപാപവും. മനുഷ്യൻ ജന്മനാ പാപിയ, പ്രവർത്തികൾ പിതാവ് ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപം 2, 1 ജന്മപാപം, 2 അപ്പൊ ജന്മപാപം എന്തോ തീരുമെന്ന മാമോദിസയായി തീരുമെങ്കിൽ, കർമ്മപാപം കൂദാശയാലും കുംഭസാരത്താലും തീരുമെങ്കിൽ, പിന്നെ യേശു ക്രിസ്തു ക്രൂശിയിൽ മരിച്ച എന്നത്തിനാ? നിന്റെ മൂക്കേപ്പനി മാറ്റാനാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വലിയേറിയത് അതാരാലും സാധിയില്ല. ജഡപ്രകാരം ജഡത്താൽ സാധിക്കാനാ, ന്യായപ്പെടാൻ സാധിക്കാനാ യേശു ഇറങ്ങി വന്നത്. പാപമോചനം കൂദശയാലും കുംഭസാരത്താലും ഒന്നും നടക്കില്ല. അത് യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ നീ വിശ്വസിക്കുന്ന മാത്രയിൽ യേശുവിന്റെ രക്തം നിന്റെ സകല പാപമൊക്കെ ശുദ്ധീകരിക്കും. ഇത് ഇവിടുത്തെ ശാപമുക്തിക്കാരും പഠിച്ചോണം. സ്തോത്രം വെച്ച് കുറയും തോന്നുന്നു. എടാ, പാപം മോചിക്കാൻ നിനക്ക് അധികാരമില്ല.
പാപമോചനത്തിന് അധികാരം നാസറയനായ യേശുവിന് മാത്രം. നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഭൂതശാന്തി ഉണ്ടായിരിക്കാം, എന്നാൽ പാപത്താൽ ഉളവായ ശാപം മാറ്റുവാൻ ഒരുവൻ ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. അവനെ നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രയിൽ, അവന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കുന്ന മാത്രയിൽ നിങ്ങൾ ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. എന്താ ശാപം യഥാർത്ഥത്തിൽ? എന്താ ശാപം യഥാർത്ഥത്തിൽ? റോമർ 9:1 9-ാം വാക്യം, 9-ാം അധ്യായം 1-ാം വാക്യം. എന്താ യഥാർത്ഥത്തിൽ ശാപം? ഒന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ. ക്രിസ്തുവിനോട് വേർപെടുന്നതാണ് എന്റെ ശാപം. അതാ ശാപഗ്രസ്തം. ക്രിസ്തു ഉള്ളവൻ ശാപമുള്ളവനല്ല. നിനക്ക് നാണമുണ്ടോ? എല്ലാവന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി ശാപം മാറ്റാം. പിന്നെ യേശു എന്തിനാടാ നിനക്ക് വേണ്ടി മരിച്ചേ? അല്ല എന്ന് പറ. സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. ഇതാ പറയാൻ ആളില്ലെന്ന് ഞാൻ പറഞ്ഞു. ദൂതന്മാരെക്കാൾ ഉന്നതനായവൻ കാൽവറി കുരിശിൽ നമ്മുടെ കടങ്ങളും പാപങ്ങളും ശാപങ്ങളും ഏറ്റു. മഹത്വം മനുഷ്യന് കൊടുക്കരുത്, മഹത്വം യേശുവിന് കൊടുക്കുക. നിന്റെ ശാപം മാറ്റാൻ ഭൂമിയിൽ അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ അവൻ നാസറയനായ യേശു മാത്രമാ. സ്തോത്രം, 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 സ്തോത്രം. ന്യായപ്രമാണത്തിന് കഴിയാനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവസാനം പറയുന്ന മത്തായി സുവിശേഷത്തിൽ, മത്തായി സുവിശേഷം 41, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനോട് കൂട്ടർക്കുമായി ഒരുക്കി നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. അതാ ശാപം. നിത്യാഗ്നി പോകുന്ന ശാപം. പിന്നെ അതിൻ്റെ 34, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരിക്കൽ നിത്യരാജ്യം അവകാശമാക്കുവീൻ. അതാ അനുഗ്രഹം. വല്ലതും മനസ്സിലായോ? മൂക്കേപ്പനി മാറ്റുന്നല്ല, തലകറക്കം മാറുന്നല്ല, അതൊക്കെ നല്ല കാര്യമാണ്. ക്യാൻസർ മാറിയെന്ന് വരും, പിന്നൊരു രോഗം വന്ന് മരിക്കും. ഹാർട്ട് അറ്റാക്കിൽ രക്ഷപ്പെട്ടെന്ന് വരും, അതൊക്കെ നല്ല കാര്യം. പക്ഷെ നിത്യതയിലെത്തണം, അതാണ് വലിയ കാര്യം. അവിടെ എത്തിക്കാൻ ഒറ്റ ക്രെയിനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാകുന്ന ക്രെയിൻ. ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുക്രിസ്തുവാകുന്ന മാർഗം. ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവാകുന്ന വഴി. നീ വഞ്ചിക്കപ്പെടരുത്. അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം. ഗ്രൗണ്ടിൽ നിന്ന് ആരും പോകരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ്. മല പോലെ ശാപം ജോലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം പഠിക്കൂ. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം അറിഞ്ഞോ നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വീട്ടല്ലോ. അറിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാം. ഒരു കരം നെഞ്ചോട് പിടിച്ചേ. ദൈവകോപത്തിൻ ദർശനം വിട്ടു പാപി ഞാനൊളിച്ചി. ദൈവകോപത്തിൻ ദർശനം വിട്ടു പാപി ഞാനൊളിച്ചി. സർവലോക നായകനിൻ വേലാവും വീണ്ടല്ലോ. സർവലോകത്തിൻ ഒരു കരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാ ദൈവമക്കളും ഒരു കരം നെഞ്ചോട് ചേർത്ത് മറുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിയേ. മനസ്സോടെ ശബമാനത്തിൽ തൂങ്ങിയ മനുവേല ദേവജാന. മനസ്സോടെ ശബമാനത്തിൽ തൂങ്ങിയ മനുവേല ദേവജാന. നിനക്കീ വേദന വരുത്തി വച്ചതി